ബഹുമാനപ്പെട്ടവരെ, വളരെ ഗൗരവമേറിയ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ ഉത്കണ്ഠകളും നമ്മുടെ ആശയങ്ങളും പങ്കുവയ്ക്കാനുള്ള ഒരു വേദിയായാണ് ഇതിനെ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ശ്രീ ജോൺ ബ്രിട്ടാസിനെ നിങ്ങൾക്ക് ഒട്ടും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് മാത്രമല്ല, നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ പാർലമെൻറ്റിനകത്തും പുറത്തും ശക്തമായ പ്രവർത്തനങ്ങളിലൂടെയും ആശയപ്രകാശനത്തിലൂടെയും വലിയ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു MP, പത്രപ്രവർത്തകൻ, പ്രസൻറ്റർ, അങ്ങനെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജോൺ ബ്രിട്ടാസ് സാറിനെ നമ്മുടെ കൊടുവള്ളിക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ലോകത്തുള്ള മറ്റ് ഭരണഘടനകളെ അപേക്ഷിച്ച് അല്പം ബൃഹത്താണ്. അത് പലപ്പോഴും അതിനെ ആളുകൾ വിമർശനപൂർവ്വം അഭിഭാഷകരുടെ പറുദീസ എന്നൊക്കെ വിളിക്കാറുണ്ട്. വ്യാഖ്യാന സാധ്യത വളരെ കൂടിയ ഒന്നാണ് എന്ന് ചിലർ വിമർശനം ഉന്നയിക്കാറുണ്ട്. ഭരണഘടനയ്ക്കകത്ത് തന്നെ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന് ചിലർ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഭക്ഷണ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ, നിർദ്ദേശക തത്വങ്ങൾക്കകത്ത് പറ്റുമെങ്കിൽ ഗോവധ നിരോധനം കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഏക സിവിൽ കോഡ് രാജ്യം എത്തിച്ചേരേണ്ട ഇടമാണ് എന്നും പറയുന്നുണ്ട്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇന്ത്യൻ ഭരണഘടനയെ ഇങ്ങനെ വിമർശിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾക്ക് അടുത്തൊന്നും നമ്മുടെ രാജ്യം എത്തിച്ചേർന്നിട്ടില്ല എന്ന വസ്തുതയാണ് നമ്മളിപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നത്. ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ കാലം ഈ ഭരണഘടനയെ ഏറ്റവും ശരിയായ നിലയിൽ നിലനിർത്തുകയും അതിന് മാറ്റം വരാതെ നോക്കുകയും ചെയ്യുക എന്ന രാഷ്ട്രീയ ദൗത്യം അതിശക്തമായി നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിയമങ്ങളിലൂടെ, കോടതി വിധികളിലൂടെ, പാർലമെന്റിനെ തന്നെ നോക്കുകുത്തിയാക്കിക്കൊണ്ടുള്ള മാറ്റങ്ങളിലൊക്കെ വലിയ തോതിൽ ഭരണഘടന അട്ടിമറിക്കപ്പെടുന്ന സംഭവവികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് തന്നെ ഇപ്പം നമ്മൾ EVM-നെ കുറിച്ചുള്ള കുഴപ്പങ്ങളൊക്കെ പറയുന്നതിന് മുമ്പേ തന്നെ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ജീവിത പ്രശ്നങ്ങളും രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളും നോക്കി സ്വന്തം നിലയിൽ വോട്ട് ചെയ്യുന്ന അവസ്ഥ ഇല്ലാതാക്കുകയും ജനങ്ങളെ വളരെ കൃത്യമായി വർഗീയമായി വിഭജിക്കുകയും അങ്ങനെ ജനങ്ങൾ എന്തിനു വേണ്ടിയാണോ വോട്ട് ചെയ്യേണ്ടത് അതിന് പകരമുള്ള മറ്റൊരു സംഭവവികാസങ്ങളുടെ മുകളിൽ വൈകാരികമായി ആളുകളെ മാറ്റി തീർത്ത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന സ്ഥിതിവിശേഷവും നമ്മുടെ മുന്നിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഭരണഘടനയുടെ ഏൽക്കുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഗൗരവമായ ചർച്ചയ്ക്ക് നമ്മൾ ശ്രമിക്കുന്നത്. ഇതിനകത്ത് തീർച്ചയായും ഏറ്റവും കൂടുതലായി ഇതിനകത്ത് സംസാരിക്കേണ്ടത് എനിക്ക് തോന്നുന്നത് നമ്മുടെ യുവതലമുറയിൽപ്പെട്ടവരാണ്. ന്യൂ ജനറേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നവരാണ്. അവരിലാണ് യഥാർത്ഥത്തിൽ ഈ ഭരണഘടനയ്ക്ക് എതിരായ ആക്രമണത്തെ നേരിടാനുള്ള ശക്തി അവരിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ആ നിലക്ക് നോക്കുമ്പോൾ നമ്മുടെ സദസ്സ് കുറെ കൂടി യുവാക്കളെ കൊണ്ട് നിറയേണ്ടതായിരുന്നു എന്ന അഭിപ്രായമാണ് എനിക്ക് തുടക്കത്തിൽ തന്നെ വെക്കാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായും ബ്രിട്ടാസ് സാർ സംസാരിക്കും. അതിനുശേഷം നമുക്ക് ചോദ്യങ്ങളിലേക്കും മറ്റ് ആശയപ്രകാശനത്തിലേക്കും പോകാമെന്ന് തോന്നുന്നു. ഈ ചടങ്ങിൻ്റെ മോഡറേറ്റർ എൻ്റെ സ്നേഹിതൻ മുസ്തഫ, നിങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ റഹീം സാഹിബ്, ഇവിടെ ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞ ബാബു ചേട്ടൻ, സഹോദരി സഹോദരന്മാർ, മുസ്തഫ പറഞ്ഞ ഇവിടെ ഇത്തരമൊരു പരിപാടിയിൽ കുറേ കൂടി സജീവമായി പങ്കെടുക്കേണ്ടിയിരുന്നത് ചെറുപ്പക്കാരായിരുന്നു. പക്ഷേ അദ്ദേഹം പ്രതീക്ഷിച്ച രീതിയിൽ ചെറുപ്പക്കാർ വന്നിട്ടുണ്ടോ എന്നൊരു സന്ദേഹം അദ്ദേഹം പഠിപ്പിച്ചു. പക്ഷെ ഞാൻ നോക്കുമ്പോൾ എല്ലാം ചെറുപ്പക്കാർ. ഇവിടെ ആരാ ഇവിടെ പ്രായമുള്ള ആൾക്കാർ? എവിടെയുടെ മുസ്തഫ പ്രായമുള്ള ആൾക്കാർ ഇവിടെ ആരുടെ? ആകെ ഒരാളെ ഞാൻ കാണുന്ന ഇവിടെ ഇരിക്കണം, നമ്മുടെ ഒരു ആളെയാണ്. പക്ഷെ മൂപ്പർ സമ്മതിക്കാനൊരു സാധ്യത കാണുന്നില്ല. അതെ,
അപ്പോൾ ചെറുപ്പം എന്നൊക്കെ പറഞ്ഞാൽ അത് മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. ഏജ് ഈസ് എ നമ്പർ. അതൊരു ശരീരത്തിന് വരുന്ന മാറ്റമല്ല, വെറും നമ്പറാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചില ചെറുപ്പക്കാരുണ്ട്, ഒരു വേണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മുമ്പിലിരിക്കുന്ന ആൾക്കാരെക്കാളും വൃദ്ധന്മാരായിരിക്കും മാനസികമായിട്ട്. ഞാൻ പറഞ്ഞ ശരിയല്ല മോളെ? അല്ലേ? നിൻ്റെ പേരെന്താ? കാജൽ. ഇവിടെ സിനിമ നടി കാജലിൻ്റെ അല്ല, ഓരുടെ പേരും കാജൽ എന്നാണ്. ആ പേര് കണ്ടിട്ട് എൻ്റെ ബാപ്പയും ഉമ്മയിട്ടാണ് അത്. സാധ്യതയുണ്ട്. അവളെ ചിരിക്കുന്നുണ്ട്. ഇരിക്കുക കാജലേ. എനിക്കാണെങ്കിൽ ഈ കാജലിനെ നേരിട്ട് കാണാൻ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല, പക്ഷെ ഇവിടെ ഒരു കാജലിനെ കണ്ടല്ലോ, അതെൻ്റെ ഭാഗ്യം. അതെ, നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കർ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ ഭരണഘടന, ഈ കനപ്പെട്ട ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര നല്ല ഭരണഘടനയാണെങ്കിലും അത് കൊള്ളാത്തവരുടെ കൈ കിട്ടിയാൽ, അല്ലോടെ മുസ്തഫ അങ്ങനെയല്ലേ പറഞ്ഞേ? കൊള്ളാത്തവരുടെ കയ്യിൽ കിട്ടിയാൽ ഒരു കാര്യമില്ല. ഇനി എത്ര മോശം ഭരണഘടനയാണെങ്കിലും നല്ലവരുടെ കയ്യിൽ കിട്ടിയാൽ അതിൻ്റെ ഗുണപരമായ സ്വാധീനമുണ്ടാവും. ഇന്ത്യൻ ജനാധിപത്യം സാർത്ഥകമായി 75 വർഷം കഴിഞ്ഞ് ഒരുപക്ഷെ നമ്മുടെ കാതുകളിൽ പ്രതിധ്വനിക്കുന്നത് അംബേദ്കറുടെ ഈ വാക്കുകളാണ്. നോക്കുക, ലോകം വളരെ ശ്രേഷ്ഠമെന്ന് കരുതി ഇന്ത്യൻ ഭരണഘടന ഇന്ന് ആരാണോ കൈകാര്യം ചെയ്യുന്നത് അവരുടെ കൈകളിൽ എത്രത്തോളം വികലമാക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപത്രം നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്നോട് പറഞ്ഞിരിക്കുന്നത് ആമുഖമായിട്ടൊരു 15-20 മിനിറ്റ് സംസാരിക്കണം, അത് കഴിഞ്ഞ് എന്നെ നിശിതമായി വിചാരണ ചെയ്യുന്ന രീതിയിൽ ഇവിടെയുള്ള ആൾക്കാർ ചോദിക്കും. ആ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ വിധേയനാകണമെന്നാണ് ഇവിടെ സംഘാടകർ എന്നോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോട് ബാബു അങ്ങനെയല്ലേ പറഞ്ഞതിൻ്റെ അടുത്ത്? ജവഹർലാൽ നെഹ്റു ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വന്ന ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നെഹ്റുവിൻ്റെ വാക്കുകളാണ്. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തോളൂ, വോട്ട് ചെയ്യണം. എനിക്ക് ഒരുപക്ഷെ ഈ ഒരു മീറ്റിങ്ങിൽ ഞാൻ വേറൊന്നും പറയുന്നില്ല. എന്താ കാരണം, ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗമൊന്നുമല്ല. ഇപ്പോൾ കൊടുവള്ളി ഞാനും തമ്മിലൊന്നും നല്ല ആത്മബന്ധമുള്ളവർ. ഇപ്പോൾ 2, 3, 4ാമത്തെ പരിപാടി റഹീം സാഹിബ് ഇവിടെ നടക്കണേ. എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ ഇത്രയും പരിപാടിക്ക് ഞാൻ പോകാറില്ല. വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ വോട്ട് എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാലോചിക്കണം. ഇതാണ് നെഹ്റു പറഞ്ഞത്. നിങ്ങൾ ആദ്യം മനനം ചെയ്തിട്ട് എൻ്റെ വോട്ട് കൊണ്ട് ഈ രാജ്യത്തുണ്ടാകാൻ പോകുന്ന ചലനം, മാറ്റം, സ്വാധീനം എന്തായിരിക്കുമെന്ന് ഒന്ന് ചെറുതായി ആലോചിച്ച ശേഷം വോട്ട് ചെയ്തോളി. അല്ലാതെ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്നോ വോട്ട് ചെയ്യേണ്ടെന്ന് ഞാൻ പറയില്ലെന്ന് പറഞ്ഞു. ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കാണ്. ഒരുപക്ഷെ ഈ ഒരു ഒത്തുചേരലിൽ എനിക്കും പറയാനുള്ളത് അതാണ്. ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ വോട്ട് ചെയ്യുക. ഞാനൊരു രാഷ്ട്രീയ മീമാംസ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്, പൊളിറ്റിക്കൽ സയൻസിൻ്റെ വിദ്യാർത്ഥിയാണ്. ഇവിടെ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ടോ? 1, 2 പേര്. മോളുടെ പേരെന്താണ്? നന്ദന, നീ ഏതാ പൊളിറ്റിക്കൽ സയൻസ് എന്ത് പഠിച്ചാണ്? കേരളോർമ്മ. ഞാൻ പഠിച്ച കോളേജില്ല. എന്ത് പഠിച്ചു നീ? എന്താ പഠിച്ച? ഡിഗ്രി. അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ പോയാ? അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ PG കഴിഞ്ഞു. നിന്നെ കണ്ട ഇങ്ങനെ അഹങ്കാരമൊന്നും ഇല്ലല്ലോ, വളരെ ലളിതമായിരുന്നു. നന്ദന എന്നിട്ട് PG കഴിഞ്ഞു, എന്നിട്ട് ഇപ്പം B.Ed ചെയ്യുന്നു. 1 വർഷം കഴിഞ്ഞു, 2nd ഇയർ B.Ed ചെയ്യുന്നു. ഇവിടെ മറ്റേ ഒരു സാധിക്കുന്നൊരു വിദ്വാനാണ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നു. ഓനിപ്പോൾ M.Ed പഠിച്ചുകൊണ്ടിരിക്കുക. എവിടെ പോയി? പോയാ? സതിക്കേ. അവൻ എന്നെ മുഖത്ത് നോക്കുന്നില്ല. അപ്പം എന്താ കാരണം, ചില കാര്യങ്ങൾ അവനെക്കുറിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് വരും. അതുകൊണ്ട് ഒരു കളലക്ഷണം എൻ്റെ മുഖത്ത് കാണുന്നുണ്ട്. ഇപ്പം
അപ്പം നന്ദന പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചല്ലോ, വേറൊരാൾ കൂടി ഉണ്ടല്ലോ അവിടെ. മോനെ, നീ എന്താ പഠിച്ച്? ഫൈനൽ ഇയർ ആണ്, ഡിഗ്രി ഫൈനൽ ഇയർ. ഏത് കോളേജിലാണ്? ഇവിടെ ഗോൾഡൻ ഹിൽസ്. ഓക്കെ. ഈ മൈക്കിനൊക്കെ തരാറുണ്ട് കേട്ടാ. എന്താണെന്നറിയില്ല, ഈ അടുത്ത കാലത്ത് മൈക്കുകളെല്ലാം വർഷത്തിലാണ്. ഇത്ര ഇടങ്ങേറുള്ളൊരു സാധനം വേറെ കാണാനില്ല. ഇത് എന്താണെന്നറിയില്ല. നമുക്ക് ഈ മൈക്കിനോട് അങ്ങനെ മോശമായിട്ട് പെരുമാറാനും പറ്റില്ല. അതാരെങ്കിലും ഫോണിലെടുത്തിട്ട് ഉടനെ കൊടുത്തുകളയും. അപ്പോൾ നമ്മൾ ഈ മൈക്കിൻ്റെ ഈ സൂത്രക്കാർ ശ്രദ്ധിക്കണം. എന്താ കാരണം വെച്ചാൽ അത് വളരെ കൃത്യമായിട്ട് വെക്കണം. ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചവരുണ്ട് രണ്ടുപേര്. ആ പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, പക്ഷെ അത് നിങ്ങളും പഠിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഈ ഇന്ത്യൻ ഡെമോക്രസി ചലനാത്മകമാകണമെങ്കിൽ ഒന്ന് ഭരണഘടന അനുസൃതമായിട്ട് ഭരിക്കണം. നമ്മൾ അംഗീകരിക്കുന്ന ഭരണസമ്പ്രദായം എന്ന് പറഞ്ഞാൽ വലിയ ദുരൂഹമായിട്ടുള്ള ഏർപ്പാടൊന്നുമല്ല. ആരാണോ തിരഞ്ഞെടുക്കപ്പെടുന്നത് അവര് പാർലമെന്റിനോട് വിധേയപ്പെട്ട് പ്രവർത്തിക്കണം. ഇപ്പം മോഡി ഗവൺമെന്റ് ആണെങ്കിൽ പാർലമെന്റിനോട് വിധേയപ്പെട്ട് പ്രവർത്തിക്കണം. അതിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ദ ഗവൺമെന്റ് ഷുഡ് ബി അക്കൗണ്ടബിൾ ടു ദി ലെജിസ്ലേച്ചർ. ഇനി ലെജിസ്ലേച്ചർ, അതായത് നിയമനിർമ്മാണ സഭയുടെ ഭാഗമായിട്ടുള്ള, ഇപ്പോൾ റഹീം സാഹിബ് നിയമസഭയുടെ ഭാഗമാണ്, ഞാൻ പാർലമെന്റിന്റെ ഭാഗമാണ്. അവർ ജനങ്ങളോട് വിധേയപ്പെട്ട് പ്രവർത്തിക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അകക്കാമെന്ന് പറയണം. അല്ലോടെ നന്ദന, ഞാൻ പറഞ്ഞു ശരിയല്ലേ? എന്തെങ്കിലും തെറ്റ് പറയുന്നുണ്ടോ നീ കൈപൊക്കി വേണം കേട്ടാ. ഇത് നടക്കുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. ഇതാണ് അതിൻ്റെ അകക്കാമ്പ്. ഇതിൽ നിന്നാണ് ബാക്കി എല്ലാം വികസിക്കുന്നത്. പക്ഷെ ഇന്നത്തെ കേന്ദ്ര സർക്കാർ ഞങ്ങൾ പാർലമെന്റിനോട് വിധേയപ്പെട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർ പോലും സമ്മതിക്കില്ല. ഓർക്കെന്തോ കുറച്ചില് പോലെയാ. അതുകൊണ്ടല്ലേ നരേന്ദ്രമോദി പാർലമെന്റിൽ തന്നെ വരുന്നത് വളരെ ദുർലഭമായി മാറിയത്. അതുകൊണ്ടല്ലേ 28 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമായ മണിപ്പൂര് 11ാമത്തെ മാസമായിട്ടും കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതേക്കുറിച്ചൊരു ചർച്ച പോലും പാർലമെന്റിൽ നടത്താത്തത്. കേരള നിയമസഭയിൽ ഓരോ ദിവസവും അടിയന്തര പ്രമേയങ്ങളല്ലേ? ഓരോ ദിവസവും ചിലത് അനുവദിക്കും, അനുവദിച്ചില്ലെങ്കിലും അതിൽ അവതരിപ്പിക്കുന്ന ആൾക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ട്. അവർക്ക് ഇറങ്ങിപ്പോകാം, അവരെ ആരും സസ്പെൻഡ് ചെയ്യാൻ പോകുന്നില്ല. പാർലമെന്റില് കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു അടിയന്തര പ്രമേയം പോലും അനുവദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് പരാമർശിക്കാൻ പോലും അനുവാദമില്ല. റഹീം സാഹിബ് അത്ഭുതപ്പെടുക, ഇങ്ങനെ ഒരു സഭയുണ്ടോ എന്നുള്ളത്. റഹീം സാഹിബ് അങ്ങനെ ഒരു സഭയുണ്ട്, ആ സഭയുടെ ഭാഗമാണ് ഞാൻ. നരേന്ദ്രമോദി ഇപ്പോൾ പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ വകുപ്പുകളുണ്ട്, പ്രധാനമന്ത്രി സ്വന്തമായി കൈകാര്യം ചെയ്ത വകുപ്പുകൾ. ഇപ്പോൾ പറഞ്ഞാൽ കേരളത്തിലെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണെങ്കിലും അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിലൊന്നാണ് ആഭ്യന്തര വകുപ്പ്. അപ്പോൾ ആഭ്യന്തര വകുപ്പുമായിട്ടുള്ള ചോദ്യങ്ങൾ സഭാതലത്തിൽ ഉയരുമ്പോൾ ഉത്തരം പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. അതുപോലെ പ്രധാനമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ചില വകുപ്പുകളുണ്ട്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്, സ്പേസൊക്കെ. ഇന്നേ വരെ ഒരു ചോദ്യത്തോടും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഞാനിത് വളരെ ലളിതമായിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നതിൻ്റെ കാരണം ഇതാണ് നമ്മുടെ രാജ്യം എത്തപ്പെട്ട. അംബേദ്കർ പറഞ്ഞതുപോലെ നല്ല ആൾക്കാരുടെ കയ്യിൽ നിന്ന് മോശം ആൾക്കാരുടെ കയ്യിലേക്ക് ഒരു ഭരണഘടന മാറുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വ്യതിയാനത്തിൻ്റെ ഒരു നഖചിത്രമാണ് ഞാൻ അവിടെ വരച്ചു കാട്ടുന്നത്. ഇനി നമ്മൾ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്നത് 4 നെടുന്തൂണുകളാണെന്ന് പറയും. അതിൽ ഒരു നെടുന്തൂണാണ് എക്സിക്യൂട്ടീവ്, രണ്ടാമത്തെ നെടുന്തൂണാണ് ഞാൻ ഈ പറഞ്ഞ പാർലമെൻറ്റ്, മൂന്നാമത്തെ നെടുന്തൂണാണ് ജുഡീഷ്യറി. നമുക്കെല്ലാം ആകെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ജുഡീഷ്യറിയുടെ മുകളിലാണ്. സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുത്തെങ്കിലും ഇപ്പോൾ അടുത്ത കാലത്തൊരു ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു വിധി പ്രസ്താവം വന്നപ്പോൾ നമ്മളെല്ലാവരും ആഹ്ലാദിച്ചു.
ഈ സർവാധികാരിയായ മോഡി സർക്കാർ കണഞ്ഞ് ശ്രമിച്ചിട്ടും സുപ്രീം കോടതി ആ ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള പദ്ധതി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ചു. എല്ലാ ഇടതുപക്ഷം ഒഴിച്ച് ബാക്കിയുള്ള ആൾക്കാരും ഇലക്ട്രൽ ബോണ്ട് മേടിച്ചിട്ടുണ്ട്. ലീഗുകാർ മേടിച്ചോന്ന് എനിക്ക് സംശയമുണ്ട്. ഉണ്ടാവുക റഹീം സാഹിബ് ലീഗുകാർക്ക് നമ്മുടെ ഇലക്ട്രൽ ബോണ്ട് വല്ലതും കിട്ടിയിട്ടുണ്ടാ? മുസ്തഫ അറിയായിരിക്കുമല്ലോ അത്. കിട്ടിയിട്ടുണ്ടാ? ഇല്ല. അപ്പം കേരളത്തിൽ കോൺഗ്രസ് കിട്ടിയിട്ടുണ്ട്, ഇടതുപക്ഷം ലീഗൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും സുപ്രീം കോടതി അത് റദ്ദാക്കി. അപ്പം നമുക്ക് പ്രതീക്ഷയായി. പക്ഷെ പ്രതീക്ഷയ്ക്ക് ഇടയ്ക്ക് നമുക്ക് ചില സന്ദേഹങ്ങളുണ്ട്. എന്താ കാരണം? പല വിധി പ്രസ്താവങ്ങളും നമ്മളെ ഞെട്ടിക്കുകയാണ്. ഒരു വിധി പ്രസ്താവം ഞാൻ പറയാം. 370-ാം വകുപ്പ്, ജമ്മു കാശ്മീരിന് പ്രത്യേക പരിഗണന കൊടുക്കുന്ന 370-ാം വകുപ്പ് പാർലമെന്റ് അസാധുവാക്കിയപ്പോൾ അത് യഥാർത്ഥത്തിൽ ഭരണഘടനാ വിരുദ്ധമായൊരു നടപടിയാണ് ഗവൺമെന്റ് ചെയ്തതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എന്തിനേറെ ഈ കഴിഞ്ഞയിടം മരിച്ച സുപ്രസിദ്ധ നിയമജ്ഞനായിട്ടുള്ള ഫാലിയസ് നരിമാൻ പോലും പറഞ്ഞു ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ്. അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി ചെയ്തു. അതാണ് ഒരുപക്ഷെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഭരണഘടനയുടെ 3-ാം വകുപ്പ് വെച്ചിട്ട് എന്ത് ചെയ്തു? ഒരു സംസ്ഥാനമായ ജമ്മു കാശ്മീരിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റി. ലഡാക്കിന് വേറൊരു കേന്ദ്രഭരണ പ്രദേശം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഒരു സംസ്ഥാനത്തെ വേണമെങ്കിൽ പാർലമെന്റിൽ ഭൂരിപക്ഷമുണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഏത് നിമിഷവും കേന്ദ്ര സർക്കാരിൻ്റെ ചൊൽപ്പിടിക്ക് കൊണ്ടുവരാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഞാൻ പറഞ്ഞ മനസ്സിലായ? ഇത് നേരത്തെ പിടികിട്ടിയിരുന്ന ഇല്ലല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞപ്പോഴല്ലേ പിടികിട്ടിട്ട്? നേരത്തെ കിട്ടിയിട്ടിരുന്നില്ലല്ലോ. നേരത്തെ അറിയായിരുന്ന? ഇത് അറിയാവുന്ന എത്ര പേരുണ്ട് ഇവിടെ? അറിയാത്തവർ എത്ര പേരുണ്ടായിരുന്നു ഇവിടെ? നന്ദന, നിനക്ക് അറിയായിരുന്നു ഇവിടെ ഇത് ഞാൻ പറഞ്ഞ പോയിന്റ്? ഒരു കേന്ദ്രഭരണ പ്രദേശത്തെ ഒരു സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കിയ ഒരു സംഭവത്തെക്കുറിച്ച് നന്ദനയ്ക്ക് അറിയായിരുന്ന? ഇല്ല. അവള് PG ഒക്കെ പഠിച്ചെങ്കിൽ ഈ കാര്യം അവള് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ടില്ല. അതിൻ്റെ ദുരുപയോഗമായിട്ടുള്ള ഭവിഷ്യത്തുകൾ എന്താ കാരണം? നാളെ ഇപ്പം BJPക്ക് ഇഷ്ടമല്ലെന്ന് വെച്ചോളൂ. നമ്മളെന്തായാലും പൊതുവെ BJPക്ക് ഇഷ്ടമല്ല, നമുക്കറിയാലോ. അന്നൊരു കാര്യം ചെയ്യാം. തിരുവനന്തപുരം കൊച്ചിയും കൂടി ഒരു കേന്ദ്രഭരണ പ്രദേശം, കോഴിക്കോടും കണ്ണൂരും കൂടി വേറൊരു കേന്ദ്രഭരണ പ്രദേശം. അങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശത്തെയും കൂടി ഭരിക്കാൻ വേണ്ടി ഒരു ലഫ്റ്റനന്റ് ഗവർണർ എന്ന് പറഞ്ഞ് 2 പേരെ ഇങ്ങോട്ട് വിടും. തീർന്നോ നമ്മുടെ ജനാധിപത്യം? ഇത് ഉയർത്തുന്ന വലിയൊരു ഭീഷണി. യഥാർത്ഥത്തിൽ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയാണ്. അവിടെയാണ് ഒരുപക്ഷെ ഈ പറയുന്ന വലിയൊരു പാകപ്പഴ നടന്നത്. ഇനി 4-ാമത്തെ ഒരു നെടുന്തൂണുണ്ട്. ഏതാണ് 4-ാമത്തെ നെടുന്തൂണ്? കാജൽ, 4-ാമത്തെ നെടുന്തൂണ് ഏതാണ്? നന്ദന, ഏതാണ് 4-ാം നെടുന്തൂണ്? മാധ്യമം. ഈ മുസ്തഫയെല്ലാം അഹങ്കരിക്കുകയാണ്. മാധ്യമം 4-ാമത് നെടുന്തൂണ. മണ്ണാൻ കട്ട. ഇന്ത്യയിലെ മാധ്യമങ്ങളെ നമ്പിയിട്ട് ജനാധിപത്യം നിലനിൽക്കുന്നതിലൂടെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടാ? ഉണ്ടാ? സാഹിബ് വിചാരിക്കുന്നുണ്ടാ? ഇപ്പോൾ ഈ മാധ്യമക്കാരങ്ങ് അതപ്പതിച്ചിട്ട് ഓരോ ഇപ്പം മാപ്രകൾ എന്നാണ് വിളിക്കുന്നത് ഇപ്പോൾ ആൾക്കാർ. മുസ്തഫ, നിന്നെ ആരെങ്കിലും മാപ്രാന്ന് വിളിക്കുന്നുണ്ടാ? ചിരിക്കുകയാണ്. അതെ, എന്ത് ചെയ്യാൻ പറ്റും? എന്താ കാരണം? ഇന്ത്യയിലെ മാധ്യമങ്ങൾ പരിപൂർണമായും മോഡിക്ക് കീഴ്പ്പെട്ടു. ഗോദി മീഡിയ എന്നാണ് മാധ്യമങ്ങൾ അറിയപ്പെടുന്നത്. ഗോദി മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ് പറ? നോക്കട്ടെ, മൂപ്പർ മറ്റേതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആളായിരുന്നു പറഞ്ഞു. ഇതും പറഞ്ഞിട്ടൊന്ന് എന്താണ് ഗോദി മീഡിയ എന്ന് പറഞ്ഞാൽ? പറ. എന്തിന്? അതൊന്നല്ല. ഗോദി മീഡിയ എന്ന് പറഞ്ഞാൽ എന്താ അറിയാ? ഗോദി മീഡിയ എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? സാധിക്കുക, നിനക്കറിയാടോ ഗോദി മീഡിയ എന്ന് പറഞ്ഞാൽ? നീ വലിയ SFIയുടെ നേതാവാന്നും പറഞ്ഞിട്ട് മറ്റേ യൂണിവേഴ്സിറ്റി സെന്ററിൽ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. പറ, ഗോദി മീഡിയ എന്ന് പറഞ്ഞാൽ എന്താ? ഗോദ് എന്ന് പറഞ്ഞാൽ മടിയിലുള്ള, മോഡിയുടെ മടിയിലുള്ളതാണ് മീഡിയ. പാർലമെന്റിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഗോദി മീഡിയ മാത്രമല്ല, ഇത് മോഡിയെയാണ്. മീഡിയ തന്നെ പോയിരിക്കണം. ഈ മാറ്റിയിട്ട് വെച്ചിട്ട് മോഡിയെ എന്നാക്കിക്കോളാൻ പറഞ്ഞു.
കേരളത്തിൽ മാത്രമാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് ആർക്കെതിരെ എന്തും എപ്പോഴും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളത്. അല്ല റഹീം സാഹിബ്? കേരളത്തിൽ നമുക്കെതിരെ മാത്രമേ പറയുള്ളൂ, അത് വേറെ കാര്യം. എന്നാലും വേണ്ടില്ല ആ സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടാകണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്താ കാരണം? അതും കൂടി നിലക്കണ്ട. കേരളത്തിലെങ്കിലും മാധ്യമപ്രവർത്തകർക്ക് ഒരു വിഭാഗത്തിനെ ആണെങ്കിൽ പോലും പരിഹസിക്കാനോ അപഹസിക്കാനോ വിമർശിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം നിലനിൽക്കട്ടെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പൊതു സ്വഭാവം. ഇനി ഈ ജനാധിപത്യത്തെ നമ്മൾ കുറച്ചും കൂടി, ഭരണഘടനയെ കുറച്ചും കൂടി നമ്മളൊന്ന് അനാട്ടമിക്കലായിട്ട് പരിശോധിക്കുമ്പോൾ ഈ ഭരണഘടന യഥാർത്ഥത്തിൽ വിഭാവനം ചെയ്തൊരു സംഭവമുണ്ട്, ഇൻക്ലൂസിവിറ്റി. അതാണ് ഏറ്റവും പ്രധാനം. അതായത് എല്ലാവരും ഉൾക്കൊള്ളണം. ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ മൗലാന ആസാദിൻ്റെ ഒരു പുസ്തകമുണ്ട്. അതിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു മതരാഷ്ട്രം രൂപീകരിക്കണമെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ രൂപീകരിച്ച് കുറേ ആൾക്കാർ അങ്ങോട്ട് പോയപ്പോൾ അന്ന് അങ്ങനൊരു മതരാഷ്ട്രത്തിൻ്റെ ഭാഗമാകാനില്ല എന്ന് പറഞ്ഞ് നല്ലൊരു ശതമാനം മുസ്ലിംസ് ഇവിടെ തന്നെ നിന്നു. അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു സെക്യുലർ രാജ്യത്ത്, ഒരു ആധുനിക രാജ്യത്ത് ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് മൗലാന ആസാദൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ മുസ്ലിങ്ങൾ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ന് വിചാരിച്ചിട്ട് ഉത്തരേന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പ്രയാണം ചെയ്യുന്ന സമയത്ത് മൗലാന ആസാദ് ദില്ലി ജുമാ മസ്ജിദിൻ്റെ പടിയിൽ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, ഇത് നമ്മളുണ്ടാക്കിയ രാജ്യമാണ്, നമ്മൾ പോരടിച്ച രാജ്യമാണ്, നമ്മുടെ ഈ രാജ്യത്തെ വിട്ടുപോകേണ്ട ഒരു കാര്യമില്ല. നമ്മുടെയും കൂടി ഉൾക്കൊള്ളുന്ന, നമ്മുടെ സ്പന്ദനമുള്ള ഈ രാജ്യത്തെ നെഞ്ചിലേറ്റുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പറഞ്ഞത് മറ്റാരുമല്ല, മൗലാന ആസാദ്. അപ്പം ഇൻക്ലൂസിവിറ്റി പറഞ്ഞു വരുമ്പോൾ ഏവർക്കും പ്രാതിനിധ്യമുള്ള ഒരു ഭരണ സമ്പ്രദായം. ഞാൻ എൻ്റെ ആമുഖം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒന്നാം നെഹ്റു ഗവൺമെൻറ്റിലെ ചില സൂചകങ്ങളെക്കുറിച്ച് പറയാം. ഒന്നാം നെഹ്റു ഗവൺമെൻറ്റിൻ്റെ ഘടന യഥാർത്ഥത്തിൽ നമ്മൾ ചരിത്രം പഠിക്കുന്നവർ മാത്രമല്ല സാധാരണക്കാർ കൂടി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അന്ന് 15-16 മന്ത്രിമാരേ ഉള്ളൂ. ഇന്നത്തെ പോലെ 80 മന്ത്രിമാരൊന്നും ഇല്ല. 14-15 മന്ത്രിമാർ. ആ 15 മന്ത്രിമാരെന്ന് പറയുന്നത് ഇന്ത്യയുടെ എല്ലാ വിഭാഗങ്ങളെയും പ്രതികരിക്കുന്നവരായിരുന്നു. 2 മർമ്മപ്രധാനമായിട്ടുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്ത ആള്. ഒന്ന് റാഫി അഹമ്മദ് കിട്ടുവായി. 2 വിദ്യാഭ്യാസം പോലുള്ള വകുപ്പ് കൈകാര്യം ചെയ്ത മൗലാന ആസാദ്. മലയാളിയായ ജോൺ മത്തായി. സിഖിന്റെ ആൾക്കാര് 2 പേര്, രാജകുമാരി അമൃത് കൗർ ഉൾപ്പെടെ. പാഴ്സിയിൽ നിന്നൊരാള്, ദളിത് വിഭാഗത്തിൽ നിന്ന് ജഗജീവൻ റാം. ഒന്നാം നെഹ്റു ഗവൺമെന്റിന്റെ ഘടനയാണ്. ഇവരെയും ചേർത്ത് പിടിച്ച് നെഹ്റു ഒരു ഗവൺമെന്റ് ഉണ്ടാക്കി. നിങ്ങളെ അത്ഭുതപ്പെടുത്തേണ്ടതാണ് ആ ഗവൺമെന്റിന്റെ ഘടന. 75 വർഷം കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ ഗവൺമെന്റിലേക്കൊന്ന് നോക്കുമ്പോൾ ഇന്ത്യയിലെ 20 കോടി വരുന്ന ജനങ്ങൾക്ക് ഒരു പ്രാതിനിധ്യം പോലും ആ ഗവൺമെന്റിലില്ല. എന്താണ് നമ്മുടെ ഇന്ത്യക്ക് സംഭവിച്ചത്? ഞാൻ പലപ്പോഴും പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ പറയും, വലിയ രൂക്ഷമായ ആഭ്യന്തര പ്രതിസന്ധിയുള്ള, വളർന്ന രീതിയിൽ മുമ്പോട്ട് പോകുന്ന രാജ്യങ്ങളിൽ പോലും ഇത്രത്തോളം ശൂന്യമായ പ്രാതിനിധ്യം ഇല്ല. ജനാധിപത്യത്തിൻ്റെ മാതാവ് അലങ്കരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ കേന്ദ്ര ഭരണ നിർവഹണത്തിൽ 20 കോടി ജനങ്ങൾക്ക് പ്രാതിനിധ്യമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ജനാധിപത്യ പ്രക്രിയ എത്രത്തോളം നിസ്സാരമാകുന്നു. ഇത് നമ്മളെ ഞെട്ടിപ്പിക്കേണ്ടതാണ്. ഇനി പാർലമെന്റിൽ നമ്മൾ ഉയർത്തുന്ന വിഷയങ്ങൾ, ഒരുപക്ഷെ ഞാൻ ചെയ്ത ചില പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കാം. എന്നോട് പല BJP സുഹൃത്തുക്കളും പറയും, നിങ്ങൾ വളരെ അതിശക്തമായിട്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം എന്താ ബാധിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇത് മുസ്ലിങ്ങളുടെ വിഷയമല്ല, ഇത് ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയുടെ വിഷയമാണ്. ഇപ്പോൾ CA എന്നുള്ള നിയമം കൊണ്ടുവന്നു. ഇവിടെ പല ആൾക്കാരും, എൻ്റെ സ്നേഹിതനാണ് KNA ഖാദർ, ഞാൻ മൂപ്പരോട് പറഞ്ഞു,
ഖാദർഭായി നിങ്ങൾ ആ പറഞ്ഞ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. ഏത് ഭായി? നമ്മുടെ NRCയിൽ എന്തോ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആൾക്കാരെ പഠിപ്പിക്കാൻ, അല്ല റഹീം സാഹിബ്? അങ്ങനെ പറഞ്ഞ ഓർമ്മയുണ്ടാ? ഇതെല്ലാം അങ്ങോട്ട് ഇല്ല. നമ്മളങ്ങനെ കീഴടം കണ്ടവരല്ല. നിങ്ങളും നമ്മളൊക്കെ പോരാടി ഉണ്ടാക്കിയ രാജ്യത്ത് രണ്ടാം തരം പൗരന്മാരാകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ രാജ്യത്തെ നമ്മൾ ഈ രൂപത്തിലാക്കിയത്. CA കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അവർക്ക് ഒരുപക്ഷെ മരം കണ്ടിട്ട് കാട് കാണാതെ പോകുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ച് കുറേ പഠനം നടത്തിയിട്ടുള്ള ആളാണ്. കുറേ പഠനം നടത്തി. എന്തിനാണിപ്പം നിങ്ങളിപ്പോൾ ഈ CA പ്രക്രിയയിലൂടെ NRC എന്നുള്ള അടുത്ത കടമ്പയിലേക്ക് പോകണമെന്ന് പറയാൻ കാരണം എന്താണ്? ഇപ്പൊ ഇവര് പറയണു ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ ആൾക്കാരെ നമ്മൾക്കൊന്ന് ചകഞ്ഞെടുത്തിട്ട്, ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ ആൾക്കാരെ ഇവിടെ നിർത്തണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിച്ചോന്ന് ഇവരെ പറഞ്ഞു വിട്ടോളൂ. അതിനുവേണ്ടി എന്തിനാണ് ഇന്ത്യയിലുടനീളം ഈ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കുന്നത്? 2019 BJP ഭരണഘടനയിൽ എഴുതി വെച്ച കാര്യമാണ്. അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞ കാര്യമാണ്. ഇപ്പം തന്നെ നമ്മുടെ കയ്യിൽ എന്തെല്ലാം രേഖകളുണ്ട്? ആധാർ, ഇലക്ഷൻ ID, പിന്നെന്താണ് വേറെ? റേഷൻ കാർഡ്, പിന്നെ വേറെന്തുണ്ടല്ലോ, എന്താണ്? പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്. എന്തോന്നാണിത്? ഇനി ഞാൻ പൗരനാണ് തെളിയിക്കണം. ആരെ തെളിയിക്കണം? ഡൽഹിയിലിരിക്കുന്ന ഗോസായിമാരോട് ഞാൻ ബോധ്യപ്പെടുത്തണം അവിടെ പോയിട്ട് ഞാൻ പൗരനാണെന്ന്. ഏത് രേഖയാണ് അവർക്ക് ഞാൻ ഹാജരാക്കേണ്ടത്? ഇതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അസമില് ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കി. അസമിൽ ദേശീയ പൗരത്വ രജിസ്റ്ററിൽ നിന്ന് പൗരന്മാരല്ലാതെ പുറത്താക്കപ്പെട്ട ആൾക്കാരുടെ എണ്ണം നിങ്ങൾക്കറിയോ? അറിയോടോ സാധിക്കാതെ? നിനക്കറിയോ എത്ര പേരാ? നീ വണ്ടിയിലെനിക്ക് ക്ലാസ് ഒക്കെ എടുത്ത് തന്നപ്പോൾ ഞാൻ വിചാരിച്ചു നീ ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടുണ്ടെന്ന്. സാധിക്കേ, നീ എത്ര പേര് പുറത്തായിട്ടോ? സാധിക്കേ, അസം എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനത്ത് മാത്രം ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കിയപ്പോൾ പുറത്തായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം ഇവിടെ ആർക്കെങ്കിലും അറിയോ? മോളെ പറ. 6. ഇനി ആരെങ്കിലും ഉണ്ടാ അഭിപ്രായം? 11, 19 ലക്ഷം. ആരാത് പറഞ്ഞ്? എന്താ പേര്? ബിജു. റഹീം സാഹിബിന്റെ വക ഒരു സമ്മാനം നിനക്ക് ഉണ്ടാവുന്നതാണ് ഈ പരിപാടി കഴിയുമ്പോൾ. മേടിച്ചിട്ട് പോകാൾ കേട്ടാ. 19 ലക്ഷം പേര്. ആ 19 ലക്ഷം പേരിൽ സാധിക്കാൻ നീ മനസ്സിലായിക്കോണം കേട്ടാ. 19 ലക്ഷം പേരിൽ 5 ലക്ഷത്തോളം പേർ മുസ്ലിംസ്, 14 ലക്ഷം പേർ ഹിന്ദുക്കൾ. ഇനിയിപ്പോൾ ഈ പൗരത്വ രജിസ്റ്റർ വന്ന സ്ഥിതിക്ക് നമ്മുടെ പറഞ്ഞ 20 മിനിറ്റ് കഴിയാൻ പോവാണ് കേട്ടോ. ദേശീയ പൗരത്വ ഞാൻ ഇങ്ങനെ കുറച്ചുകൂടെ സംസാരിക്കണോ അതെയോ നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് പോകണോ? സംസാരിക്കണം. ഈ 14 ലക്ഷം പേര് നമ്മൾ ചിന്തിക്കുക, അവര് ഈ പുതിയ CA പ്രകാരം പൗരത്വത്തിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കും. അത് തന്നെ അതിൻ്റെ പ്രക്രിയ തന്നെ വളരെ പ്രതിരോധകരമാണെന്ന് മനസ്സിലാക്കിക്കോണം. എന്താണെന്നറിയാം, ഞാൻ പറഞ്ഞുതരാം. ആരാ ഇവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്? RSSന്റെ ഏജൻസി. വില്ലേജില്ല, താലൂക്കില്ല, കലക്ടറില്ല. കേരളത്തിന്റെ എല്ലാ ഉദ്യോഗസ്ഥ വിഭാഗത്തെയും ഭരണ സംവിധാനത്തെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും MLAമാരെയും MP-മാരെയും ഒഴിച്ചു നിർത്തി ഒരു ജില്ലാ എംപവേർഡ് കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയിൽ ആരാണ്? പോസ്റ്റൽ സൂപ്രണ്ട്. ഏത്? ഇവരുടെ ആള്. നോക്കുക, അവരുടെ കയ്യിലേക്ക് വരുന്ന ഒരു അപേക്ഷയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആരാണ്? RSSന്റെ ഏജൻസി. അത് കഴിഞ്ഞ് സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ എന്താണ്? അവിടെ വീണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, ഡിവിഷണൽ റെയിൽവേ മാനേജർ ഉൾപ്പെടെയുള്ള ഇവർക്കൊക്കെ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ഘടനയെക്കുറിച്ച് എന്തറിയാനാണ്? ഒരു പാസ്പോർട്ട് കൊടുക്കണേല് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ്, സംസ്ഥാന പോലീസും അല്ലേ റഹീം സാഹിബെ അന്വേഷിക്കുന്നത്?
ഞാൻ എത്ര പേർക്ക് ശുപാർശ എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് സംശയമുണ്ട്, നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു ചോദിക്കില്ലേ? അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് കത്ത് കൊണ്ടുവരാൻ പറയില്ലേ? പഞ്ചായത്ത് പ്രസിഡന്റ് എന്ത് ചെയ്യും? വാർഡ് മെമ്പറോട് പറയും, ഇയാൾ നിങ്ങളുടെ നാട്ടിലുള്ളതാണോ? ഇതല്ലേ ഒരു രാജ്യത്തിൻ്റെ പ്രക്രിയ? ഇതല്ലേ നമ്മുടെ ഭരണഘടന അംഗീകരിച്ചത്? ഇനി സങ്കല്പിക്കുക, ഈ 14 ലക്ഷം ഹിന്ദുസിനും പൗരത്വം കിട്ടി, 5 ലക്ഷം മുസ്ലിങ്ങൾ എന്ത് ചെയ്യും? അവിടെയാണ് ഈ തടങ്കൽ പാളയം വരുന്നത്. ഒരു സംസ്ഥാനത്ത് മാത്രം പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കിയപ്പോൾ 5 ലക്ഷം പേരെ നിങ്ങൾ തടങ്കൽ പാളയത്തിലേക്ക് മാറ്റുകയാണ്. പെട്ടെന്ന് നിങ്ങൾ ചില ആൾക്കാർ വിചാരിക്കും, ആരൊക്കെ ബംഗ്ലാദേശിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ, നമുക്കെന്താ കാര്യം? അങ്ങനെ ചിന്തിച്ചോ? നിങ്ങൾ ചിന്തിച്ചോ? ചിന്തിക്കരുത്. എന്താ കാരണം എന്നറിയോ? ഈ പൗരത്വ രജിസ്റ്റർ പരിശോധിക്കുക. ഈ ഡൽഹിയിൽ നിന്ന് വന്ന ഗോസായിമാര്, അവർക്കിഷ്ടമില്ലാത്ത ആൾക്കാർ ആ രേഖ ശരിയല്ല എന്ന് പറഞ്ഞ് എന്തിനേറെ ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന, രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ കുടുംബക്കാർ പോലും പുറത്തായി. 2 യുദ്ധങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി പോരാടിയ ധീര ജവാന്മാരുടെ കുടുംബാംഗങ്ങൾ പുറത്തായി. ഇവിടെ വെള്ളപ്പൊക്കം വന്നു, നമ്മുടെ വീട് കത്തിപ്പോയി. ഇവിടെ റേഷൻ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എത്ര കഷ്ടപ്പെടുന്നുണ്ട് ഇല്ലേ റഹീം സാഹിബ്? ചില പാവപ്പെട്ട ആൾക്കാർക്ക് ഒന്നും സൂക്ഷിച്ചു വെക്കാൻ കഴിയില്ല. ഇവിടെ വലിയ പ്രളയം വന്നപ്പോൾ എല്ലാ രേഖ ഒഴിഞ്ഞു പോയില്ലേ? പക്ഷെ നമ്മുടെ ഭരണ സംവിധാനവും നമ്മുടെ രാഷ്ട്രീയ പ്രക്രിയയും സചേതനമായതുകൊണ്ട് പൊതുപ്രവർത്തകർ അവരെ കൈപിടിച്ചുയർത്തും ഇല്ലേ? നമുക്കറിയാവുന്ന ഒരാൾക്ക് റേഷൻ കാർഡ് കിട്ടിയില്ലെങ്കിൽ റഹീം സാഹിബ് ഓരേം പിടിച്ചുകൊണ്ട് നേരെ അവിടെ സപ്ലൈ ഓഫീസറുടെ അടുത്തേക്ക് പോവും. എടോ, ഇത് നമുക്കറിയാവുന്ന ആളാണ്, കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയല്ലേ നമ്മുടെ പ്രക്രിയ മുമ്പോട്ട് പോകുന്നത്? ഈ രീതിയിൽ നാളെ കേരളത്തിൽ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുമ്പോൾ കൊടുപള്ളിയിൽ എത്ര പേരിനകത്ത് ഔട്ടാവും? നിങ്ങളുടെ മൂത്താപ്പാടെ ജന്മ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക. ഞാൻ തന്നെ ജനിച്ച സർട്ടിഫിക്കറ്റ് എവിടെയാന്ന് എൻ്റെ പഞ്ചായത്ത് തന്നെ ഇല്ല. സത്യം പറയാം, സത്യമായിട്ട് ഞാൻ പറയണേ, ഇത് ഞാൻ നുണ പറയണമല്ല. നിങ്ങൾ എവിടെ ഇത് കൊണ്ട് കൊടുക്കും? ഇനി കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കറിയാം, ഓരോ ദിവസവും MP നിലയിൽ എൻ്റെ അടുത്തേക്ക് വരുന്ന അപേക്ഷകൾ, മുസ്തഫ നിങ്ങൾ എന്ന കാരണം സർട്ടിഫിക്കറ്റിലെ പേരും വേറൊരു സർട്ടിഫിക്കറ്റിലെ പേരും തമ്മിൽ മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. നമ്മളെല്ലാം ഇംഗ്ലീഷ് പഠിച്ച ആൾക്കാരെ കൊണ്ട് എപ്പോഴും തെറ്റിച്ച് എഴുതുള്ളൂ പേര്. എക്ക് പകരം ഈ എഴുതി വെക്കും, ഈക്ക് പകരം ഓ എഴുതി വെക്കും. വേറൊരിനകത്ത് ഫോറം പൂരിപ്പിക്കുമ്പോൾ അത് മാറ്റിക്കളയും. ഇതൊക്കെ മനുഷ്യന്മാരല്ലേ? റിജക്റ്റ് ചെയ്യപ്പെടും. റിജക്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്വീകരിപ്പിക്കണമെങ്കിൽ ജനപിന്തുണയുള്ള, ജനപ്രതികളുടെ സാന്നിധ്യമുള്ള സമിതിക്ക് മാത്രമേ പറ്റൂ. അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് മാത്രം വിധേയപ്പെട്ടൊരു ഉദ്യോഗസ്ഥന് ആ ബാധ്യതയില്ല. അതുകൊണ്ടാണ് 19 ലക്ഷം പേര് ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പൗരന്മാരല്ലാതായി മാറിയത്. ഈ ഒരു ഭയാനക ചിത്രം നമ്മുടെ രാജ്യത്തിൻ്റെ മുകളിൽ ഡെമോക്രസിന്റെ വാല് പോലെ ചൂഴ്ന്നു നിൽക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടപ്പിലാക്കില്ല എന്ന് പറയണ്ടേ? അതല്ലേ ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് ഫോറം പൂരിപ്പിക്കാൻ നമ്മൾ ആൾക്കാരെ പഠിപ്പിക്കാന്നാ പറയേണ്ടത്? റഹീം സാഹിബേ, അത് പറയാൻ പാടുണ്ടോ? നടപ്പിലാക്കില്ല. ഇതിനേക്കാളും വലിയ തിട്ടൂരങ്ങളെ മറികടന്ന, അവഗണിച്ച, തോൽപ്പിച്ച സമര പാരമ്പര്യമുള്ള ഒരു ജനതയാണ് നമ്മളെന്തിനാടോ സാധിക്കുക നമ്മുടെ വേറെ ആളുടെ മുമ്പിൽ നമ്മുടെ തല കുനിക്കേണ്ട കാര്യമുണ്ടോ? സാധിക്കുക നീ കുനിക്കണ വേണ്ട. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഒരു പ്രവർത്തന തലത്തിലേക്ക് നീങ്ങുമ്പോൾ 75 വർഷത്തിന് ശേഷം കണ്ടത്. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് നാസി ജർമ്മനിയാണ്. ഞാൻ വെറുതെ പറയണമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം കേരള യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ വൈസ് ചാൻസലറിൻ്റെ ഒരു സംഭാഷണം വിലക്കി. അത് വിലക്ക് മറികടന്ന് ഞാനവിടെ സംസാരിക്കാൻ പോയപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു. കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പദവിയിലേക്ക് നമ്മൾ ക്ഷണിച്ചൊരു വ്യക്തിയുണ്ട്.
ലോകത്തിലെ ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ അയാൾ വന്നില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ നാസി ജർമ്മനിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് നെഹ്റുവിൻ്റെ വാക്കും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കും. എന്താ പറഞ്ഞേ? ഹിറ്റ്ലർ ജനങ്ങളുടെ വോട്ട് നേടിയാണ് അധികാരത്തിലേക്ക് വന്നത്. മനസ്സിലാക്കണം, ഓട് വിളിച്ചു പോയതല്ല, ജനങ്ങൾ വോട്ട് ചെയ്തു. ആൽബർട്ട് ഐൻസ്റ്റീൻ അവിടെ നിർത്തിയില്ല, കൂട്ടിച്ചേർത്തു. ഈ ഹിറ്റ്ലർ ഒരു വിപത്താകുമെന്ന് സുബോധമുള്ള പല ആൾക്കാർക്കും അറിയാമായിരുന്നിട്ടും അവർ പോലും ഒരു രസത്തിന് വോട്ട് ചെയ്തു. റഹീം സാഹിബ് ശരിയല്ലേ ഞാൻ പറയണത്? രസത്തിന് വോട്ട് ചെയ്തു. ആ രസമാണ് 60 ലക്ഷം ജൂതന്മാരെ കൊന്ന് ഒടുക്കിയത്. ആ രസമാണ് ലോകത്തെ ഒരു യുദ്ധത്തിലേക്ക് നയിച്ചത്. കോടാനുകോടി ജനങ്ങൾ മരണത്തിലേക്ക് പ്രയാണം ചെയ്ത ആ രസമാണ്. ഇന്ത്യയിലും സുബോധമുള്ള ചില മനസ്സുകൾ രസത്തിന് വോട്ട് ചെയ്തപ്പോഴാണ് ഈ CAA പോലുള്ള അപകടകരമായിട്ടുള്ള മതനിരപേക്ഷത അല്ലെങ്കിൽ ഭരണഘടനയുടെ ബഹുസ്വരത തകർക്കുന്ന നിയമനിർമ്മാണങ്ങൾക്ക് വഴിവെച്ച ഒരു ഭരണ സംവിധാനത്തെ നമ്മൾ അധികാരത്തിലേറ്റിയത്. കഴിഞ്ഞ ദിവസം അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു സംഭവമുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എന്നുവെച്ചാൽ ഇവർക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടല്ലോ. ഉത്തർപ്രദേശിൽ UP ഗവൺമെന്റ് മത പരിവർത്തന നിരോധന നിയമം പാസാക്കി. അത് നിങ്ങൾ വിചാരിക്കും എന്തോ എല്ലാ മതക്കാരും അവരും ഒക്കെ നിൽക്കട്ടെ. ഒന്നുമല്ല, അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടിയാ, മുസ്ലിങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടിയാ. വേറെ ഒരു കാര്യത്തില്ല. ഇപ്പം എന്താ പറഞ്ഞ കർണാടകയിൽ മുസ്ലിം പെൺകുട്ടികൾ തലയെ തട്ടുവിട്ട് കഴിഞ്ഞാൽ അവർ പഠിക്കാൻ പാടില്ല എന്ന് മുൻ BJP ഗവൺമെന്റ് പറഞ്ഞു. മോളെ, നീയൊക്കെ കർണാടക പോയാൽ പഠിക്കാൻ പറ്റില്ല കേട്ടാ. കേരളത്തിൽ എന്തെല്ലാം തരത്തിൽ പഠിക്കാൻ ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ പാർലമെന്റിൽ പ്രസംഗിച്ചു. പാവപ്പെട്ട പെൺകുട്ടികൾ അവർ തലയിലൊരു തട്ടുവിട്ട് കോളേജിൽ പോയിരുന്നാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിന്റെ സെക്രട്ടേറിയറ്റിൽ ഒരു സന്യാസ വേഷത്തിൽ ഒരാൾ ഇരുന്നാൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലേ റഹീം സാഹിബേ? അവർക്കൊരു പ്രശ്നവുമില്ല. ഇത് ഏത് നീതി? അപ്പൊ ഈ ഇരട്ട നീതിയുടെ ഭാഗമായിട്ടാണ് UP ഈ നിയമനിർമ്മാണം പാസാക്കിയത്. ഇലഹബാദ് ഹൈക്കോടതി 15 ദമ്പതിമാർ അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കുന്ന സുഹൃത്തുക്കൾ, പെൺകുട്ടി ആൺകുട്ടിയും, പോലീസിൽ പോയി സുരക്ഷ തേടി. എന്തിനാ? അവർ 2 മതത്തിൽപ്പെട്ട ആൾക്കാരാണ്. പ്രണയം വരാൻ വേണ്ടിയിട്ട് ജാതി മതം ഉണ്ടോടോ സാധിക്കേ പറയടാ സാധിക്കേ? നീ ഉണ്ടാ? എനിക്കറിയാം, നീ നിന്റെ മതത്തിന് പുറത്തൊക്കെ നീ പ്രണയിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. എൻ്റെ മോഹം കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പ്രണയത്തിന് മതമുണ്ട്, ജാതിയുണ്ട്. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? പ്രണയത്തിന് മതമുണ്ടെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? UP ഗവൺമെന്റ് പാസാക്കി എന്താ പറഞ്ഞത്? അങ്ങനെ ആരെങ്കിലും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തിന്റെ മുൻകൂർ അനുമതി വേണമെന്ന്. ഏത്? പ്രണയിക്കാൻ വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസർക്ക് കത്ത് കൊടുത്ത് കലക്ടറെ കൊണ്ട് കൊടുത്തിട്ട് കലക്ടർ ചീഫ് സെക്രട്ടറിക്ക് കൊടുത്ത് അവിടുന്ന് ഒപ്പിട്ട് കിട്ടിയാലേ നമ്മൾ പ്രണയിക്കാൻ പറ്റൂ. സാധിക്കാൻ നമ്മളെ ഇടങ്ങാറായിപ്പോൾ കൊണ്ടാ കേരളത്തിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് അപ്പൊ അതിനകത്ത് വേറെ എഴുതിയിട്ടുണ്ട്, ഇനി കല്യാണം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കാനും പറ്റില്ല. ഇനി പറയാ കല്യാണത്തിന് ഇവർക്ക് അനുമതിയില്ല, എന്നാൽ നമുക്ക് ഒരുമിച്ച് എന്നാൽ ഒന്ന് താമസിക്കാം, അല്ലെങ്കിൽ ഒന്ന് ചായ കുടിക്കാൻ പോകാം. പറ്റില്ല. എന്താ കാരണം? കല്യാണത്തിന് തുല്യമായ രീതിയിലുള്ള സൗഹൃദമുണ്ടെങ്കിൽ അതും ഈ നിയമത്തിന്റെ പരിധിയിൽ വരും. ഇലഹബാദ് ഹൈക്കോടതി പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ നിയമം വച്ചിട്ട് നിങ്ങൾ 2 മതത്തിൽപ്പെട്ട ആൾക്കാരായതുകൊണ്ട് സുരക്ഷ തരാൻ പറ്റില്ല, നിങ്ങൾ ഈ നിയമത്തിന്റെ ലംഘനമാണ് എന്ന് ഞങ്ങൾക്ക് വ്യസന സമേതം പറയേണ്ടി വരുന്നു എന്ന്. റഹീം സാഹിബ് അന്താളിച്ചു പോയില്ലേ? ഇതാണ് നമ്മുടെ രാജ്യം.
നമ്മൾ കേരളത്തിൽ മുസ്ലിമും ക്രിസ്ത്യാനി ഹിന്ദുവും ഒക്കെ ഇങ്ങനെ സഹോദരന്മാരായി ജീവിക്കുന്നതുകൊണ്ട് നമുക്കിതിൻ്റെ വില അറിയില്ല. അതാണ് നമ്മുടെ മാതാപിതാക്കൾ പറയണത്, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന്. നമ്മുടെ ഈ സാഹോദര്യത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ വില മൂല്യം നമുക്കറിയാതെ പോകുന്നതിൻ്റെ കാരണം നമ്മൾ ഈ സുരക്ഷിതമായ ഇടത്താണ് നമ്മൾ കഴിയുന്നത്. പക്ഷേ കേരളത്തിന് വെളിയിൽ എൻ്റെ ജീവിതകാലത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ പാതിയിലേറെ സമയം ചെലവഴിച്ചത് ഉത്തരേന്ത്യയിലായതുകൊണ്ടും അവിടുത്തെ ചലനങ്ങൾ സസൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതുകൊണ്ടുമാണ് ഞാൻ ഇക്കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി അപഗ്രഥിച്ച് ഒരുപക്ഷെ നിങ്ങളോട് സംസാരിക്കാനും പങ്കുവെക്കാനും കഴിഞ്ഞത്. ഇതല്ല നമ്മുടെ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്ത ഭരണഘടന. ഇതല്ല നമ്മൾ ആഗ്രഹിച്ച ജനാധിപത്യം. ഇതല്ല ഭരണഘടന അനുസരിച്ചുള്ള ഭരണനിർവഹണം. ഇത്രയും പറഞ്ഞുകൊണ്ട് കൊടുവള്ളിയിലെ നിങ്ങളുമായിട്ട് ഇങ്ങനെയൊരു സംവാദത്തിന് വരാൻ ഭാഗ്യം ലഭിച്ചതിൽ ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ആമുഖം ഇവിടെ അല്പം ദീർഘിച്ചു പോയെങ്കിൽ പോലും അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ ചോദ്യങ്ങൾ ഏറ്റെടുക്കാമെന്ന് പറയുന്നു. നന്ദി. സാർ, എൻ്റെ പേര് ബിജു എന്നാണ്. എനിക്ക് പറയാനുള്ളത് സാർ പറഞ്ഞു നിർത്തിയെടുത്തത് തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒട്ടനവധി അടിസ്ഥാന സവിശേഷതകളുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ജുഡീഷ്യൽ റിവ്യൂ, നിയമപരമായ പ്രത്യാവലോകനം എന്ന് പറയുന്നത്. ഈ ഒരു സവിശേഷതയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകനായി ഇന്ത്യയിലെ കോടതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവസാനം പറഞ്ഞ ഉത്തർപ്രദേശിലെ ആ നിയമവും അലഹാബാദ് ഹൈക്കോടതി നിസ്സഹായത പ്രകടിപ്പിച്ചതുമൊക്കെ വെക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന റോൾ വർത്തമാന കാലഘട്ടത്തിൽ ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞ പ്രക്രിയയിലൂടെ അതിനോട് കൂറു പുലർത്താൻ ഇന്ത്യയിലെ നീതിന്യായ സംവിധാനത്തിന് കഴിയുന്നുണ്ടോ? ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമുക്കിതിനെ കാണാൻ പറ്റില്ല. ബിജുവിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ജുഡീഷ്യൽ റിവ്യൂ, അതായത് ഗവൺമെൻറ്റുകൾ എടുക്കുന്ന തീരുമാനങ്ങളെ പരിശോധിക്കാനും വ്യാഖ്യാനിക്കാനുമുള്ള അധികാരമുള്ള സുപ്രീം കോടതിയും ഹൈക്കോടതികളും അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുമുണ്ട്, ചെയ്യുന്നുമില്ല, രണ്ടുമുണ്ട്. ചില ഘട്ടങ്ങളിൽ നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ ചിന്തിച്ചു നോക്കുക, അയോധ്യയുടെ മുകളിലുള്ള വേർഡിക്റ്റ്. ആ വേർഡിക്റ്റൊക്കെ യഥാർത്ഥത്തിൽ ഭരണഘടനയ്ക്ക് നിരക്കുന്നതാണോ? ലളിതമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ ഒരു മോഷ്ടാവ് കയറുന്നു. നമ്മുടെ പേരെന്താണ്? മോമക്ക. നിങ്ങളുടെ വീട്ടിൽ ഒരു കള്ളം കയറുന്നു, നിങ്ങളുടെ സാധനം മോഷ്ടിച്ചിട്ട് പോകുന്നു. കോടതി പറയാണ് നിങ്ങളുടെ വീട്ടിൽ കയറിയ അയാൾ മോഷ്ടിച്ച് ശരിയായിട്ടില്ല, പക്ഷെ അയാൾ ആ സാധനം എടുത്തോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ സമ്മതിക്കുമോ? ഈ വിധി പ്രസ്താവത്തിൽ കോടതി പറയണു 992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്തത് ക്രിമിനൽ കുറ്റമാണ്. എന്നിട്ട് പറയാണ് ക്രിമിനൽ കുറ്റം ചെയ്ത ആൾക്കാരെ നമ്മൾ ജയിപ്പിക്കാൻ പോകുക, നിങ്ങൾ എടുത്തോളാം പറയുന്നു. അങ്ങനെ എത്രയോ വിധിന്യായങ്ങൾ വന്നു. ആ ജഡ്ജിമാരൊക്കെ എവിടെ പോയി? ഒരാൾ, ആ വിധിന്യായത്തിന്റെ തലവനായിരുന്ന ആള് രഞ്ജൻ ഗഗോയി എൻ്റെ തൊട്ടടുത്ത സീറ്റിലിരിപ്പുണ്ട് ഇപ്പോൾ രാജ്യസഭയിൽ, അടുത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല ഇത്. പക്ഷെ നമുക്കൊരുപാട് സന്ദേഹങ്ങളുണ്ട്. പക്ഷെ ഈ കാർമേഘങ്ങൾ ഇങ്ങനെ ഉരുണ്ടുകൂടുന്ന ഈ ഒരു കാലയളവിൽ ചില പ്രകാശകിരണങ്ങൾ നമുക്ക് കോടതികളിൽ നിന്ന് കിട്ടുന്നുണ്ട്, ചിലത്. പക്ഷെ അതുകൊണ്ട് നമ്മൾ തൃപ്തരല്ല. പൊതുവായ രാഷ്ട്രീയ അന്തരീക്ഷം മെച്ചപ്പെട്ട് ഭരണഘടനയ്ക്കനുസൃതമായ ഒരു ഭരണനിർവഹണ സംവിധാനം രൂപപ്പെടുമ്പോൾ മാത്രമേ കോടതികൾക്കും കൃത്യമായി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കോടതിയൊക്കെ ഐസൊലേറ്റഡ് അല്ല. ഇപ്പം പലരും ഡൽഹി പറയുന്നൊരു കാര്യമുണ്ട്, ജഡ്ജി ആക്കുന്ന ആൾക്കാരുടെ പശ്ചാത്തലം. എത്രയോ ജഡ്ജിമാരെ നിയമിക്കാതിരിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആ ഫയലിന്റെ മുകളിൽ അടയിരുന്നു. ഉത്തമനായ ഒരു ജഡ്ജി, മഹാത്മാഗാന്ധിയുടെ കൂടെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഒരു മഹത് വ്യക്തി, അദ്ദേഹത്തിന്റെ പേരക്കിടാവ് അഖിൽ ഖുറേഷി
ഗുജറാത്തില് അമിത്ഷായെ ജയിലിലടച്ച ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന് സുപ്രീം കോടതി ജഡ്ജിയാക്കാൻ സമ്മതിച്ചില്ല. നോക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ കേവലപരമായിട്ട് ഒരു സ്ഥാപനം മാത്രം നമ്മളെ പരിരക്ഷിക്കുമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മാറണം. രണ്ടാമത്തെ ഒരു കാര്യം, അത് ഞാനത് ആമുഖമായി പറയേണ്ടതായിരുന്നു. നമ്മുടെ പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ ഭരണഘടന ഉള്ളത് കൊണ്ട് നമ്മളെല്ലാം സുരക്ഷിതരാണ്, ജനാധിപത്യം സംരക്ഷിക്കപ്പെടുമെന്ന്. തെറ്റാ. ജനാധിപത്യമുണ്ടെങ്കിലേ ഭരണഘടനയുള്ളൂ. ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് ജനാധിപത്യമാണ് ഒരവസ്ഥ. ഇത്തരം അവസ്ഥയിൽ ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ ഏകോപിപ്പിക്കാൻ എന്തുകൊണ്ട് കഴിയാതെ പോകുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അതുമാത്രമല്ല, നിരവധി പരിസ്ഥിതി ഉൾപ്പെടെയുള്ള നിരവധി ചെറു ഗ്രൂപ്പുകളുണ്ട്. ഇന്ത്യയിൽ പല സ്റ്റേറ്റിലും ഇടതുപക്ഷം ചിലപ്പോൾ തീവ്ര സ്വഭാവം കാണിക്കുന്ന പല വിങ്ങുകളുമുണ്ട്. ഇവരെ ഏകോപിപ്പിക്കാൻ കഴിയാത്തത് ഇടതുപക്ഷത്തിൻ്റെ ദേശീയ കാഴ്ചപ്പാടുള്ള ഒരു വല്ലാത്ത അവസ്ഥയായിട്ടാണ് തോന്നുന്നത്. അങ്ങ് പറഞ്ഞ എല്ലാ അവസ്ഥയോടും നമുക്ക്, എൻ്റെ പേര് സുൽഫി. നമ്മുടെ ഇന്നത്തെ ആശയവിനിമയത്തിൻ്റെ വിഷയം ഭരണഘടനയാണ്. പക്ഷെ സുൽഫി കുറച്ച് ഒന്ന് വഴിവിട്ട് പോയി. പക്ഷെ കുഴപ്പമില്ല, സുൽഫിയുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ അംഗീകരിക്കണമല്ലോ. സുൽഫി ഭായി, അതായത് ഏത് നിരീക്ഷകനും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സർഗാത്മകമായ സംഭാവന ചെയ്ത ഒരു ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഇടതുപക്ഷം. ഇപ്പം നമ്മളിപ്പം കുറച്ച് എം പിമാർ മാത്രമേ പാർലമെന്റിലുള്ളൂ ഇടതുപക്ഷത്തും. നമ്മളെക്കാളും അല്ലെങ്കിൽ ഞങ്ങളെക്കാളും 5 ഇരട്ടി പ്രാതിനിധ്യമുള്ള ആൾക്കാർ പറഞ്ഞതിനേക്കാൾ ഇല്ലേ ആണ്. ഞങ്ങൾ ഇടതുപക്ഷം എന്തുകൊണ്ട് കുറഞ്ഞു പോയി എന്നൊരു ചോദ്യമുണ്ട്. അതിനൊരു കാരണം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ ജനാധിപത്യ പരിസരം സുപ്രീം കോടതി നിരീക്ഷിച്ചതുപോലെ പേശിബലത്തിൻ്റെയും പണാധിപത്യത്തിൻ്റെയും കോട്ടക്കൊത്തളങ്ങളായി. കേരളത്തിന് വെളിയിൽ മറ്റ് സംസ്ഥാനത്ത് ഒരു ലോകസഭാ സീറ്റിൽ മത്സരിക്കണമെങ്കിൽ മിനിമം ഇടതുപക്ഷത്തിന് ആ പൈസ ഇല്ല. ഇലക്ട്ര ബോണ്ടെന്ന് പോലും നമ്മൾ 5 രൂപ മേടിച്ചിട്ടില്ല. പക്ഷെ എങ്കിൽ തന്നെയും 10 വർഷം മുമ്പ് 61 എം പിമാരുടെ പിന്തുണ നൽകി താങ്ക് യു. സുൽഫി അല്ലേ പറഞ്ഞേ പേര്? സുൽഫി 2004 ഇവിടെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. UDF തോൽപ്പിച്ചു. 18 എം പിമാർ ഇടതുപക്ഷത്തിനുണ്ടായി. മൊത്തം 61 എം പിമാരുണ്ടായിരുന്നു. ഈ 61 എം പിമാർ അവിടെ പോയിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം നമ്മളെല്ലാവരും ഈ ഒരു സ്ഥാനം കിട്ടാതെ ആൾക്കാർ രാജിവെച്ച് പോകുന്നു. പാൽമജ പോയി, മറ്റെന്താണ് അനിൽ ആന്റണി പോയി. ഇതൊക്കെ പോകുമ്പോൾ നമ്മൾ പറയേണ്ടതും അല്ലെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. 61 എം പിമാർ ഉണ്ടായിരുന്ന ഇടതുപക്ഷം ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. കോൺഗ്രസിനോട് പറഞ്ഞു, നിങ്ങൾ ഗവൺമെൻറ് ഉണ്ടായിക്കോളൂ, ഞങ്ങൾ പിന്തുണ തരും. ഞങ്ങൾക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, ഈ രാജ്യത്തെ തകർക്കുന്ന BJP അധികാരത്തിൽ മാറ്റി നിർത്താം. നിരുപാധിക പിന്തുണ കൊടുത്തു. 4.5 വർഷക്കാലം ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെയാണ് UPA ഗവൺമെൻറ് രാജ്യം ഭരിച്ചത്. ഒരു ഗ്യാസ് കണക്ഷൻ ഞങ്ങൾ പ്രത്യുപകാരമായിട്ട് മേടിച്ച
ഒരു ഫോൺ കണക്ഷൻ മേടിച്ച ഒരു മന്ത്രിസഭ സീറ്റിന് വേണ്ടിയിട്ട് ആൾക്കാർ കോടാനുകോടി റുപ്യ അങ്ങോട്ട് കൊടുത്ത് വിലപേശിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷം അങ്ങനെ ചെയ്തു. മാത്രമല്ല സുൽഫി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ലോകം അംഗീകരിച്ച 5 നിയമനിർമ്മാണങ്ങളുടെ പ്രഭവ കേന്ദ്രമായിട്ട് ഇടതുപക്ഷം മാറി. മുസ്തഫ, 5 നിയമനിർമ്മാണങ്ങൾ. 1 ദേശീയ തൊഴിൽദാന പദ്ധതി, 2 ഭരിക്കുന്നവർ എന്ത് ചെയ്യുന്നു എന്നറിയാനുള്ള വിവരാവകാശ നിയമം, 3 ഗിരിവർഗക്കാർക്ക് അല്ലെങ്കിൽ ഗോത്രവർഗക്കാർക്ക് അവരുടെ ഭൂമിയിലുള്ള അവകാശം, 4 ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരാളും വിശപ്പ് കൊണ്ട് മരിക്കരുതെന്നുള്ള ഒരു നീതമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യസുരക്ഷാ നിയമം, 5 12ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം നിങ്ങളുടെ പരമമായ അധികാരമാണെന്നും അവകാശമാണെന്ന് സ്ഥാപിക്കുന്ന 5 നിയമനിർമ്മാണങ്ങൾ നമ്മൾ പാസ്സാക്കി. എന്നിട്ട് എന്താ ഞങ്ങൾ തോറ്റുപോയത് സുൽഫി? എന്താ തോറ്റുപോയത്? ഞങ്ങൾ ചെയ്യാത്ത കൊണ്ടാണോ? ഞങ്ങൾ അധികാരം കിട്ടാത്ത കൊണ്ട് രാജിവെച്ചു പോയോ? പടങ്ങിപ്പോയോ? ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന് പറഞ്ഞ ഞങ്ങൾ കട്ടോ കൊള്ളയടിച്ചോ? ഇല്ലല്ലോ. അപ്പൊ സുൽഫി മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്ന മാറ്റങ്ങൾ എന്താണെന്നാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. ഇനി അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ സുൽഫിയോട് പറയാം. ഇന്ത്യ എന്നുള്ള നമ്മുടെ രാജ്യത്തെ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് കേവലപരമായി ഒരു പൊതുപ്രവർത്തകന്റെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല, നിങ്ങളുടെ എൻ്റെയും കൂടിയുള്ള ഉത്തരവാദിത്തമാണ്. ഈ ഒരു പ്രക്രിയയിൽ നിങ്ങളും പങ്കെടുക്കണം. ഇത് വേറെ ആരുടെ ഒരു ചുമതലയാണ്? ഇതാ റഹീം സാഹിബിന്റെ ചുമതലയാട്ടാ ഈ കൊടുവള്ളി മര്യാദയ്ക്ക് ഇരിക്കേണ്ടത്, ഞങ്ങൾക്കൊന്നും ബാധകമല്ല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങളും നമ്മളും എല്ലാവരും കൂടി കൈകോർത്തുകൊണ്ട് മാത്രമേ ഈ രാജ്യത്തിൻ്റെ മുകളിൽ ചൂഴ്ന്നു നിൽക്കുന്ന വലിയൊരു വിപത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ രാഷ്ട്രത്തെ മോചിപ്പിക്കാൻ പറ്റും. ആ തിരിച്ചറിവ് നമ്മുടെ പൗരന്മാർക്ക് വേണം. അതാണ് നെഹ്റു പറഞ്ഞത്, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുന്നുള്ള പ്രശ്നം, വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കണം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്. സുൽഫി കാര്യം പിടികിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലേ? കിട്ടി. എന്നാലും മൂപ്പർ സമ്മതിക്കില്ല, അത് വേറെ കാര്യമാണ്. ഹലോ സാർ, എൻ്റെ പേര് ശംസുദ്ദീൻ. ഭരണഘടന ഭേദഗതിയായിട്ട് ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ഭരണഘടനാ ഭേദഗതി പാർലമെൻറ്റിലെ ഭൂരിപക്ഷം അനുസരിച്ച് കേവല ഭൂരിപക്ഷം കൊണ്ട് മാറ്റാൻ പറ്റുന്നത്, 3/2 ഭൂരിപക്ഷം കൊണ്ട് മാറ്റാൻ പറ്റുന്നത്, പാർലമെൻറ്റിൻ്റെയും രാജ്യസഭയുടെയും അംഗീകാരം വേണം. ചില വകുപ്പുകൾ മാറ്റണമെങ്കിൽ സ്റ്റേറ്റിൻ്റെ നിശ്ചിത ശതമാനം സ്റ്റേറ്റിൻ്റെ അംഗീകാരം കൂടി വേണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ചില ഭരണഘടനയിൽപ്പെട്ട ചില വകുപ്പുകൾ എത്ര ഭൂരിപക്ഷം ഉണ്ടെങ്കിലും, മുഴുവൻ മെമ്പർമാരുടെയും സ്റ്റേറ്റിൻ്റെയും ഭൂരിപക്ഷം ഉണ്ടെങ്കിലും മാറ്റാൻ പറ്റാത്തതുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, നമ്മളുടെ ആളുകളൊക്കെ നമ്മൾ പ്രസംഗിക്കുന്ന സമയത്ത് ഇനി ഒരു വട്ടം കൂടി BJP അധികാരത്തിൽ വരികയാണെങ്കിൽ ഇവിടെ ഇലക്ഷൻ ഉണ്ടാവില്ല, ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കി പ്രഖ്യാപിക്കും എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കാറുണ്ട്. അപ്പോൾ എത്ര അധികാരം കിട്ടിയാലും, എത്ര ഭൂരിപക്ഷം കിട്ടിയാലും, മുഴുവൻ സ്റ്റേറ്റും കിട്ടിയാലും ഇന്ത്യയുടെ ഭരണഘടനയിൽ അടിസ്ഥാനപരമായിട്ട് മാറ്റാൻ പറ്റാത്ത ഭാഗങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ ഭാഗങ്ങളൊക്കെ അതിൽ പെടുമോ, അല്ലെങ്കിൽ ഏതാണ് അതിൽ പെടുക എന്നുള്ളതെന്ന് പറയാം. മൂപ്പർ അല്ല, ഷംസുദ്ദീൻ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചിട്ടുണ്ടല്ലേ? പക്ഷെ മൂപ്പർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. പൊളിറ്റിക്കൽ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കി B.Ed പഠിക്കുന്ന നന്ദനേക്കാളും കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് ഷംസുദ്ദീൻ. മൂപ്പർ കൃത്യമായിട്ട് പറഞ്ഞു, അതായത് കേവല ഭൂരിപക്ഷത്തിന് ഭേദഗതി ചെയ്യാൻ പറ്റുന്ന നിയമങ്ങൾ, 3/2 ഭൂരിപക്ഷത്തിന് ഭേദഗതി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, 4-3 വർഷം സംസ്ഥാനങ്ങളുടെ അനുമതി, ഇതൊക്കെ വളരെ കറക്റ്റാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഭേദഗതി ചെയ്യാനേ പാടില്ലാത്ത കാര്യമെന്ന് പറഞ്ഞ് ഭരണഘടനയുടെ 13-അംഗ ബെഞ്ച്, 12-അംഗ ബെഞ്ച് ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാക്കി. ഗോലഖ്നാഥ് കേസൊക്കെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ബേസിക് സ്ട്രക്ചർ അതാർക്കും മാറ്റാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ് സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ,
ഒരു ഓളത്തിന്, ഒരു വികാരത്തിന് ഒരു പാർട്ടിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടും. അപ്പോൾ ആ ഭൂരിപക്ഷത്തിൻ്റെ ആ വേലിയേറ്റത്തിൽ ഈ ഭരണഘടനയുടെ സ്വഭാവം മാറ്റി ഹിന്ദു രാഷ്ട്രമാക്കുന്നു, അല്ലെങ്കിൽ വേറൊരു രാഷ്ട്രമാക്കുന്നു. അത് പാടില്ല. ഹിന്ദു രാഷ്ട്രം എന്ന് അവർ പറഞ്ഞിട്ടില്ല. ഒരു ഓളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടുന്ന ഭൂരിപക്ഷം വെച്ചിട്ട്, ഉദാഹരണം പറഞ്ഞാൽ രാജീവ് ഗാന്ധിക്ക് 4/3 ഭൂരിപക്ഷം കിട്ടി ലോക്സഭയിൽ. പക്ഷെ അവിടെ രാജ്യസഭ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്തു? ചെക്ക്മേറ്റ് ചെയ്തു. രാജ്യസഭ എന്തിനാ വെച്ചേക്കുന്നത്? 2 സഭകളിലെയും ഭൂരിപക്ഷം വേണം. പക്ഷെ ഒരു വികാര തള്ളിച്ചയിൽ നമ്മുടെ ഘടന മാറാൻ പാടില്ല. ഇനി അതുകൊണ്ട് ഒരു ബേസിക് സ്ട്രക്ചർ വെച്ചു. ബേസിക് സ്ട്രക്ചർ അതിൽ 5-6 ഇനങ്ങൾ വന്നു. അതിലൊരു ഇനമാണ് മതനിരപേക്ഷത, അതിലൊരു ഇനമാണ് ഫെഡറലിസം. പക്ഷെ എന്ത് സംഭവിച്ചു? ഇതൊക്കെ ആണെങ്കിലും അംബേദ്കർ പറഞ്ഞ പോലെ ഇത് നടപ്പിലാക്കേണ്ടവരുടെ കയ്യിലോ അല്ലെങ്കിൽ ഇത് വ്യാഖ്യാനിക്കേണ്ടവരുടെ കയ്യിലല്ലോ ഇതിരിക്കണേ. ഇപ്പോൾ ആർട്ടിക്കിൾ 3 പ്രകാരം ഒരു സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കിയപ്പോൾ അത് ഒരിക്കലും ആർക്കും മാറ്റാൻ കഴിയാത്ത ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതിക്ക് വിധി എഴുതാമായിരുന്നു. വിധി എഴുതിയില്ല. എന്ത് ചെയ്യാൻ പറ്റൂടോ ഷംസീനെ? അതാണ് ഞാൻ പറയുന്നത്. ജനാധിപത്യം ഉണ്ടെങ്കിൽ മാത്രമേ ഭരണഘടന സുരക്ഷിതമാവുകയുള്ളൂ. ഭരണഘടന ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജനാധിപത്യം സുരക്ഷിതമാവില്ല. മതനിരപേക്ഷത ഉണ്ടാവില്ല. ഭരിക്കുന്നവരുടെ കയ്യിലും വ്യാഖ്യാനിക്കുന്നവരുടെ കയ്യിലുമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി. അത് വളരെ കൃത്യമായിട്ട്, ഇത് പണ്ട് ഞാനൊരു കഥ വായിച്ചപ്പോൾ ഒരു രാജ്യം കീഴടക്കുകയാണ്. ശത്രുരാജ്യം വന്നിട്ട് ഒരു രാജ്യത്തെ കീഴടക്കുമ്പോൾ ഈ കീഴടങ്ങുന്ന അല്ലെങ്കിൽ തോറ്റു തുന്നം പാടിയ രാജ്യത്തിൻ്റെ രാജാവ് പറയാണ്, അതൊന്നും എനിക്ക് പ്രശ്നമില്ല, എൻ്റെ രാജ്യത്തിൻ്റെ ഭരണഘടന എൻ്റെ കയ്യിലുണ്ടെന്ന്. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ പോലെയാണിത്. അപ്പം അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പുകളും ജനവിധികളും ഒക്കെ വളരെ പ്രസക്തമെന്ന് പറയുന്നത്. നിങ്ങൾ പറഞ്ഞത് സാങ്കേതികപരമായിട്ടും നിയമപരമായിട്ടും ഭരണഘടനാപരമായിട്ടും വളരെ കറക്റ്റാണ്. പക്ഷേ ഈ ശരിതെറ്റുകൾ തീരുമാനിക്കപ്പെടുന്ന ഘടകങ്ങളിലും അതിന് തലങ്ങളിലും അത് സംബന്ധിച്ചുള്ളൊരു നീതിബോധമില്ലെങ്കിൽ ഇത് സാർത്ഥകമാകില്ല. ഓരോ ആവശ്യങ്ങൾക്കും ആധാർ നമ്മളോട് ചോദിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ നിസ്സഹായരായിട്ട് ആധാർ എടുക്കേണ്ട അവസ്ഥയുണ്ടായത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ NRC വിഷയത്തിലും യൂണിയൻ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനം വയലേറ്റ് ചെയ്യാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കഴിയുമോ എന്നുള്ളതാണ്. എൻ്റെ പേര് ജക്കരിയ ലൈറ്റ്. ജക്കരിയ ഭായി, നിങ്ങൾ പറഞ്ഞതിൽ പകുതി ശരിയുണ്ട്, പകുതി തെറ്റുണ്ട്. ഇപ്പോൾ ഈ ആധാറിൻ്റെ കേസ് സുപ്രീം കോടതി പോയതാണ്. റൈറ്റ് ടു പ്രൈവസി വെച്ചിട്ടാണ് പോയത്. സുപ്രീം കോടതിയാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ആധാർ ചില കാര്യങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന്. അതിനുശേഷം ഈ ആധാർ കേന്ദ്ര സർക്കാരും ഏജൻസികളും ഒക്കെ ഇങ്ങനെ നിർബന്ധിപ്പിക്കാൻ തുടങ്ങി. ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞ് വന്നു തുടങ്ങി. ലിങ്ക് ചെയ്യണം, ആധാറും ഇലക്ഷൻ ID-യും തമ്മിൽ, ആധാറും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യണം, പാൻ കാർഡും മറ്റേ ബാങ്ക് അക്കൗണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യണം, അങ്ങനെ പല വന്നു. അതിനെതിരെ നമ്മൾ കേസുമായിട്ട് സുപ്രീം കോടതി പോയിട്ട് പോലും സുപ്രീം കോടതി അത് പരിഗണിച്ചില്ല. അപ്പം നമ്മൾ നിസ്സഹായരാകുന്ന ചില ഘട്ടങ്ങളുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം താങ്കൾ പറഞ്ഞത്, ചില കാര്യങ്ങളിൽ നമ്മുടെ നിസ്സഹായതക്കിടയിലും നമ്മുടെ പോരാട്ടങ്ങൾ വിജയം കാണും. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം, ഇതാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ഈ CA നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു. CA നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളം പോലുള്ള സ്ഥലത്തിൽ അത് NRC ആണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രായോഗികമായ തലം. അത് മനസ്സിലാക്കണം. സക്കീർ ഭായിക്ക് ഒരുപക്ഷെ അറിവുണ്ടാവില്ല, 2019 NRC ഇന്ത്യയിലുടനീളം നടപ്പിലാക്കുമെന്ന് പറഞ്ഞ BJP ഇപ്പം അവരുടെ പ്രകടന പത്രിക ഇറക്കിയപ്പോൾ അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ
ഒരു സ്റ്റേറ്റ് കംപ്ലീറ്റ് അടഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രോസസ്സ് നടപ്പിലാക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ സ്റ്റേറ്റിൻ്റെ നിലപാടുകൾ വളരെ പ്രസക്തമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഉദാഹരണം പറഞ്ഞാൽ കേരളം മാത്രമല്ല, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ ഇന്നലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് CA നടപ്പിലാക്കില്ല എന്ന്. കേരളം, അപ്പം പ്രബലമായിട്ടുള്ള ചില സംസ്ഥാനങ്ങൾ ഇടഞ്ഞു നിന്ന് കഴിഞ്ഞാൽ കേന്ദ്രത്തിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇപ്പം ഈ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ CA വന്നില്ല എന്നുള്ളൊരു വന്നപ്പോൾ ഞാൻ പരിശോധിച്ച് നോക്കി, 15,000 വാക്കുകളുണ്ട് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ. 15,000 വാക്കുകൾ. സാധിക്കെ 15,000 വാക്ക്. ഒരു വാക്ക് CA എന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, സാറൊക്കെ ഉണ്ടായിരുന്നു വേണമെങ്കിൽ. മാത്രമല്ല ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു വാർത്തയുണ്ട്, കരട് പ്രകടന പത്രിക കോൺഗ്രസ് തയ്യാറാക്കിയപ്പോൾ അതിൽ CAക്കെതിരെയുള്ള ഒരു വാചകം ഉണ്ടായിരുന്നു. കരടിലുണ്ടായിരുന്ന ആ വാചകം പിന്നീട് ഫൈനലാക്കിയപ്പോൾ ആരാണ് എടുത്തു കളഞ്ഞത് മുസ്തഫ? അതെന്താ നമ്മുടെ പത്രക്കാർ കോൺഗ്രസ്സുകാരോട് ചോദിക്കാത്തത്? അതല്ല നിങ്ങൾ വേറെ വേണ്ടാത്തതിനും എല്ലാത്തിനും പോയിട്ട് ഈ റഹീം സാഹിബിനെ പോലുള്ള ആൾക്കാരോട് ചോദിക്കാറുണ്ടല്ലോ, ഇതെന്താ മുസ്തഫ നിങ്ങളിത് ചോദിക്കാത്തത്? ഞാൻ പറഞ്ഞതല്ല, ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എക്സ്ക്ലൂസീവ് സ്റ്റോറിയാണ്. മാത്രമല്ല സതീശനൊരു അവാസ്തവം പറഞ്ഞു. കളവ് പറയാന്ന് പറഞ്ഞാൽ അൺപാർലമെന്ററി, അങ്ങനെ പറയാൻ പാടില്ല അല്ലേ? അവാസ്തവമായൊരു കാര്യം പറഞ്ഞു, അൺപാർലമെന്ററി. അതായത് കോൺഗ്രസ് പ്രകടന പത്രികയുടെ 8ാമത്തെ പേജ് വായിച്ചു നോക്കൂ പിണറായി. ആ 8ാമത്തെ പേജിൽ ആർട്ടിക്കിൾ 14 നിരക്കാത്ത എല്ലാ നിയമങ്ങളും ഞങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ട്. ഞാൻ ആ പ്രകടന പത്രിക ഞാൻ നന്നായി വായിച്ചതാണ്. ആർട്ടിക്കിൾ 14 എന്നുള്ള വാക്കില്ല, 15, 16. ഈ 14ൻ്റെ ഇക്മത്ത് എന്താണെന്നറിയാം? ഈ 14ഉം CA തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കണേ. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഭരണഘടനയിൽ പൗരന്മാർക്ക് വേണ്ടി മാത്രമായ ചില മൗലികാവകാശങ്ങളുണ്ട്. ചിലത് പൗരന്മാർക്ക് മാത്രമല്ല, ഇന്ത്യയിൽ വസിക്കുന്നവർക്കെല്ലാം. ഇന്ത്യയിൽ വസിക്കുന്നവർക്കെല്ലാം നിയമത്തിൻ്റെ തുല്യ പരിഗണനയും പരിരക്ഷയും ഉണ്ടാകണമെന്ന് പറയുന്ന വകുപ്പ് ആർട്ടിക്കിൾ 14. അപ്പോൾ ഈ CA എന്ന് പറയുന്നത് പൗരന്മാർക്ക് ബാധിക്കുന്ന വിഷയമല്ല, ഇന്ത്യയിൽ വസിക്കുന്നവരെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് 14 പറഞ്ഞാൽ മാത്രമേ CAയുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുള്ളൂ. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയുടെ 8ാം പേജിൽ 14 ഇല്ല, 16 ഉള്ളൂ. ഇനിയിപ്പോൾ സ്ഥലപരിമിതി കൊണ്ടാണ് എന്ന് വിചാരിച്ചുള്ളൂ. അതാ ഞാൻ 15 പേജ് 15,000 വാക്കെന്ന് പറഞ്ഞ്. ഈ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക എടുത്തു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ല്, ടെലികോം ബില്ല്, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ബില്ല്, അങ്ങനെ ഒരു ഡസൺ ബില്ലുകളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അത് പുനഃപരിശോധിക്കുന്നു പറയുന്നുണ്ട്. അപ്പം ആ ബില്ലുകളെക്കാളെല്ലാം കുറഞ്ഞ ഗ്രേഡുള്ള ബില്ലാണോ സുൽഫി CA എന്ന് പറഞ്ഞ നിയമനിർമ്മാണം? ആണോ സുൽഫി? ആണോ? അല്ല. ഇതാണ് നമ്മൾ മുസ്തഫയെ പോലുള്ള ആൾക്കാർ കോൺഗ്രസ്സുകാരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സെമിനാറിന് ശേഷം ഇനി ഇവിടെ കോൺഗ്രസ്സുകാർ വരുമ്പോൾ, UDFകാർ വരുമ്പോൾ മുസ്തഫ അത് ചോദിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഓക്കെ. ആബിദ് പാലക്കുറ്റി. ആബിദ് പറഞ്ഞു. നമ്മളെ വിഷയം ഇന്ത്യൻ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികളാണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 370, അതുപോലെ കാശ്മീരിൻ്റെ സ്വതന്ത്ര പദവി എടുത്തു മാറ്റിയത്, അതുപോലെ ഏക സിവിൽ കോഡ്, CAA, സംസ്ഥാനത്തിൻ്റെ ഫെഡറൽ സംവിധാനം, ഫെഡറൽ സിസ്റ്റം തകർക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ, ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പം ബ്രിട്ടാ സാർ നേരത്തെ പറഞ്ഞൊരു സംഗതി എന്താ വെച്ചാൽ, ഭരണഘടന വെല്ലുവിളി നേരിടുമ്പം പൗരന്മാരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യേക അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ആശങ്ക പങ്കുവെക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു സംഗതി, ഭരണഘടനയിൽ പൗരന്മാരുടെ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, ഇന്ത്യയിലുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന ഒരു പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ ഭരണഘടനാ പ്രതിസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ഭരണഘടന തന്നെ പറഞ്ഞിട്ടുള്ള സംവരണം, അതായത് പ്രാതിനിധ്യ
ജനാധിപത്യം, സാമൂഹിക നീതിയുമായി ബന്ധപ്പെട്ട സംഗതികൾ. അപ്പോൾ വ്യക്തികളുടെ, സമൂഹങ്ങളുടെ ഒക്കെ നീതി ഹനിക്കപ്പെടുന്നത് ഭരണഘടനാപരമായ ഈ പ്രശ്നം നേരിടുന്നത് കൊണ്ടാണ്. അപ്പോൾ പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പിന്നെ ആനുപാതികമായി ജനവിഭാഗങ്ങളുടെ ആനുപാതികമായി നിയമനിർമ്മാണ സഭകളിലും അതുപോലെ പിന്നെ സർക്കാർ സ്ഥാപനങ്ങളിലും ഭരണഘടനാ സ്ഥാപനങ്ങളിലും ഒക്കെ പ്രാതിനിധ്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ജനാധിപത്യം അർത്ഥപൂർണ്ണമാവുന്നത്, തുല്യനീതി ഉണ്ടാവുന്നത്, അല്ലെ നീതി നിഷേധിക്കപ്പെടാത്ത സാഹചര്യം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഭരണഘടന, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടി 75 വർഷമായി. അപ്പോൾ ഈ 75 വർഷക്കാലവും ഈ രാഷ്ട്രീയ പാർട്ടികൾ, ഭരിക്കുന്ന ആളുകളും, നേരത്തെ സാറ് പറഞ്ഞു ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന ബി ജെ പി സർക്കാരിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ, പ്രതിനിധികൾ, ജനപ്രതിനിധി സഭയിലുള്ള പാർലമെൻറ്റിലുള്ള അംഗങ്ങളുടെ എണ്ണം അത് ജനസംഖ്യയുടെ ആനുപാതികമായി ഉണ്ടാവേണ്ടതാണ്. നിയമനിർമ്മാണ സഭകളിലാണ് ഉണ്ടാവേണ്ടതാണ്. ഇത് പൗരന്മാരുടെ ബോധത്തിലെ അപ്പുറം, പൗരബോധത്തിൻ്റെ ഉത്തരവാദിത്തത്തിനപ്പുറം രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ജനപ്രതിനിധി സഭകളിൽ കഴിഞ്ഞ 77 വർഷമായി രാഷ്ട്രീയ പാർട്ടികൾ ജനസംഖ്യ ആനുപാതികമായി പിന്നോക്കം നിൽക്കുന്ന, അല്ലെങ്കിൽ ജനസംഖ്യയുടെ ആനുപാതികം, മുസ്ലിങ്ങൾ ഇത്ര ശതമാനമാണെങ്കിൽ അത് ജനസംഖ്യാനുപാതികമായി ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ടാണ് പാർലമെന്റിൽ ആളുകളെ എത്തിക്കാനുള്ള, അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭകളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായി നടത്താതിരുന്നത്? ഇടതുപക്ഷമായി കഴിഞ്ഞാലും കോൺഗ്രസ് ആയി കഴിഞ്ഞാലും അതല്ല അതിന്റെ പരിഹാരം. ബെസ്റ്റ് ചോദ്യം. ആബിദിന്റെ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഇതിന്റെ കൂടെ ചോദിക്കാനുള്ളതാണ്. ഈ ആബിദ് ചോദിച്ചതുമായി ബന്ധപ്പെട്ടുള്ളതാണോ? അല്ല, ആബിദിന്റെ ചോദ്യത്തിനോട് ഞാൻ പ്രതികരിക്കും. അല്ല, അത് ചോദിച്ചു, പറഞ്ഞോ. സംസാരിച്ച പ്രധാനമന്ത്രി ഒരമ്പലത്തിൽ കയറി ചെല്ലുകയും ആ അമ്പലത്തിൽ പൂജാവിധികളിൽ ശക്തമായ രീതിയിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിന് സൗബീനധാരികളായ അല്ലെങ്കിൽ അല്ലാത്ത സന്യാസികൾ വന്നിട്ട് പാർലമെന്റ് ഉദ്ഘാടനം വളരെ ഭംഗിയായി നടത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുക, സാധാരണ ബുദ്ധി തോന്നുക, ഇന്ത്യ ഡെമോക്രസിയിൽ നിന്ന് തിയോക്രസിയിലേക്ക് ഓടിപ്പോവുകയാണെന്നാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ചെറുത്ത് നിൽക്കാൻ പറ്റുമോ? ഭരണഘടന ലംഘനമാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്തിക്കൂടെ? എന്താ പേരെന്താന്ന് പറഞ്ഞ? മുരളിഭായി. ഞാൻ ആദ്യം ആബിദിന് മറുപടി കൊടുത്തിട്ട് മുരളിയിലേക്ക് വന്നോടെ. ആബിദ് പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതായത് ഇങ്ങനെ ഞാൻ എൻ്റെ ആമുഖ പ്രതിപാദനത്തിൽ സൂചിപ്പിച്ച പ്രാതിനിധ്യമില്ലായ്മയുടെ യഥാർത്ഥ കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടാണ്. അവരല്ലേ അതിൻ്റെ അകത്ത് ഒരു നിലപാട് സ്വീകരിക്കേണ്ടതെന്നുള്ളതാണ്. ശരിയാണ് അല്ലേ? അതല്ല ചോദിച്ച്. കറക്റ്റാണ്. ഇതിന് 2 ഘടകമുണ്ട്. ഒന്ന്, രാഷ്ട്രീയ പാർട്ടികളുടെ ഇച്ഛാശക്തിയുടെ ഒരു പ്രശ്നം, ഇച്ഛാശക്തിയുടെ പ്രശ്നം. 2, ഉരുത്തിരിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം. ഇത് രണ്ടും ഉണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. 1977 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ രാജ്നാരായണൻ തോപ്പിച്ചു റായ്ബറേലിയിൽ. റഹീം സാഹിബിനെ പോലുള്ള ആൾക്കാർക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഈ പുതിയ പിള്ളേർക്കൊന്നും അറിയണ്ടാവില്ല. സാദിഖിന് അറിയാവോ? അറിയാം. ഓക്കെ. ഇവിടെ കാജലിന് അറിയാതെ ഇല്ല. 1977 പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ റായ്ബറേലിയിൽ രാജ്നാരായണൻ തോപ്പിച്ചു. പക്ഷേ കോൺഗ്രസ് വലിയൊരു പതനത്തിൽ ഉത്തരേന്ത്യയിൽ പെട്ടെങ്കിലും ഗുജറാത്തിൽ 2 ഉജ്ജ്വലരായിട്ടുള്ള മുസ്ലിങ്ങൾ കോൺഗ്രസ് ടിക്കറ്റിൽ MP-മാരായി മാറി. ആ 2 പേരുടെ പേര്, ഒന്ന് അഹമ്മദ് പട്ടേൽ, 2 ആ രണ്ടാമത്തെ പേര് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. രണ്ടാമത്തെ പേര് ആബിദേ ശ്രദ്ധിക്കടാ, ഇഷാൻ ജെഫ്രി. മനസ്സിലാക്കണം. ആ ഇഷാൻ ജെഫ്രിയാണ് ഗുജറാത്ത് കലാപകാലത്ത് എന്നെ കൊന്നോളൂ, നിരപരാധികളായിട്ടുള്ള പാവങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് അന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരെ ഫോൺ ചെയ്ത് തൻ്റെ സഹപ്രവർത്തകരായ കോൺഗ്രസ്സുകാരെ
വിളിച്ചപേക്ഷിച്ചിട്ടും ഒരാളും രക്ഷയ്ക്ക് പോകാതെ വലിച്ചിറക്കി കുത്തി കത്തിച്ച ഇഷാൻ ജഫ്രി. 989 ശേഷം ഗുജറാത്തിൽ ഒരു മുസ്ലിം പോലും MP ആയിട്ടില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയോ എന്തുകൊണ്ട് അങ്ങനെയായി? ഒന്ന്, രാഷ്ട്രീയ പാർട്ടികളുടെ ഇച്ഛാശക്തിയില്ലായ്മ. 2, ഉരുത്തിരിഞ്ഞു വന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വഭാവം. അല്ല, ഞാൻ പറയും, തർക്കിക്കാനില്ല, ഞാൻ പറഞ്ഞിട്ട് മതി. എനിക്ക് കൃത്യമായി മനസ്സിലായി. ഓക്കെ, ഇത് രണ്ട് അപ്പൊ ഈ 2 ഘടകമുണ്ട്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ അബീദിനോട്. ഈ ഇച്ഛാശക്തി ഇല്ലായ്മ എന്ന് പറയുമ്പോൾ ഇപ്പൊ കേരളത്തിൽ, ഞാനിപ്പോൾ എൻ്റെ അനുഭവം പറയാം. കേരളത്തിൽ ഐക്യകേരളം രൂപീകരിച്ച ശേഷം കേരളത്തിലെ എല്ലാ പ്രധാന മതവിഭാഗത്തിനും പ്രാതിനിധ്യമുണ്ട് ഭരണ സംവിധാനത്തിൽ. മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു. എന്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാതെ പോകുന്നു? എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇല്ലാതെ പോകുന്നു? കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരവും കൂടി അതിന് നിദാനമാണ്. എന്നെ സങ്കടപ്പെടുത്തിയൊരു കാര്യമുണ്ട്, അത് ഞാൻ രാഷ്ട്രീയം പറയുകയാണെന്നാലും വിചാരിക്കരുത്. നമ്മുടെ എതിർകക്ഷി, നമ്മുടെ രാഷ്ട്രീയ എതിരാളി നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ സംസ്കാരത്തെയും നിർണ്ണയിക്കാൻ പാടില്ല. ഇവിടെ സംഭവിച്ചെന്താണ്? പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായ ഒരു പാർട്ടിയുടെ സ്വഭാവത്തെയും രീതികളെയും സംസ്കാരത്തെയും BJP നിർണയിച്ചു തുടങ്ങി. ആ നിർണയിച്ചു തുടങ്ങിയതിൻ്റെ ഏറ്റവും പ്രകടമായ പ്രതിഫലനം എവിടെ വന്നെന്ന് ഞാൻ പറയട്ടെ അവിതെ. വയനാട് കൊടി പൊക്കുന്നില്ല. നിങ്ങളുടെ എതിരാളിയാണോടോ നിങ്ങളുടെ നിലപാട് തീരുമാനിക്കുന്നത്? കൊടിക്കെന്താ കുഴപ്പമിരിക്കണം? എൻ്റെ കൊടിക്കെന്താ കുഴപ്പം? നിങ്ങളുടെ കൊടിക്കെന്താ കുഴപ്പം? അങ്ങനെ ഉരുത്തിരിഞ്ഞ രാഷ്ട്രീയ സംസ്കാരവും ഞാൻ പറയുന്ന ഈ ഫാഷിസ്റ്റ് ഡോമിനന്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്കാരത്തെയും രീതികളെയും സ്വാധീനിച്ചു തുടങ്ങിയതിൻ്റെ ഒരു ദുരന്തം കൂടിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ 2 സംഗതിയെ മുറിച്ച് കടക്കണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്തമുണ്ട്, ജനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്താ വെച്ചാൽ അവർക്ക് കുറേയും കൂടി ഇച്ഛാശക്തി പ്രദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം ഉരുത്തിരിയാൻ വേണ്ടി ജനങ്ങളും പങ്കെടുക്കണം. ഏറെക്കുറെയൊക്കെ മറുപടി പറഞ്ഞാ വിതേ. എക്സ്ക്യൂസ് മീ സർ, നമ്മുടെ സമയം വളരെ പരിമിതിയുള്ളത് കൊണ്ട് ചോദിക്കട്ടെ. ഓക്കെ. അല്ല, ഒന്നാമത്തെ കാര്യം ആബിദിനൊരു തെറ്റുണ്ട്. അതായത് കാരണം വെച്ചാല് സംവരണം എന്ന് പറയുന്നത് തുല്യതയായി ബന്ധപ്പെട്ടതല്ല. അല്ലല്ല, കേൾക്കില്ലല്ലോ, അതാണ് തെറ്റ്. പറയുന്ന കേക്ക് ശ്രദ്ധിച്ച്. ഈ സംവരണം നടപ്പിലാക്കുന്ന സമയത്ത് സംവരണം സംബന്ധിച്ച് നമ്മുടെ ഭരണഘടനാ ശില്പികൾക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞെന്താ അറിയോ? അവർ പറഞ്ഞത് സംവരണം എന്ന് പറയുന്നത് തുല്യത കൊണ്ടുവരാനുള്ളതല്ല, അല്ലെന്ന് റെപ്രസെന്റേഷന് വേണ്ടിയുള്ളതാണ്, പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ളതാണ്. തുല്യതയും പ്രാതിനിധ്യവും തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. അപ്പം ഈ രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം ചെറുതല്ല, പ്രാതിനിധ്യമാണ്. ഇപ്പൊ രാഷ്ട്രീയത്തിലെ ഭരണനിർവഹണത്തിലെ പ്രാതിനിധ്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിപ്പം നമ്മുടെ ഈ സംവരണത്തിൽ വരുന്നതല്ല, അതുകൊണ്ട് അത് അങ്ങോട്ട് വരുന്നില്ല. എന്തായാലും അബീദിന് വേണ്ടി നമ്മൾ വേറൊരു ഡിസ്കഷൻ നമ്മൾ നടത്തുന്നതാണ്. ഇപ്പം നമ്മുടെ മുരളി സാറ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കറക്റ്റാണ്.
അതായത് ഈ രാജ്യം എത്തപ്പെട്ട ഒരു അപകടകരമായ അവസ്ഥയാണിത്. എന്താ കാരണം? ഞാൻ പാർലമെന്റ് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പാർലമെന്റ് ഉദ്ഘാടനത്തിന് കുറെ സന്യാസിമാരെ കൊണ്ടുപോകുന്നു, എന്നിട്ട് ഒരു ചെങ്കോല് കൊണ്ടുവരുന്നു. അല്ലോടും നമ്മളൊക്കെ പോരാടി, നമ്മുടെ പൂർവികര് പോരാടി നേടിയ ഒരു രാജ്യത്തെ ഒരു ചെങ്കോല് കൈമാറിയത് കൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ള ഒരു പുനർവ്യാഖ്യാനം നടത്താൻ വേണ്ടിയിട്ടല്ലേ അവർ ശ്രമിച്ചത്. 2, സന്യാസിമാരെയല്ല വിളിക്കേണ്ടത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരെയല്ലേ വിളിക്കേണ്ടത്. സന്യാസിമാർക്ക് എന്ത് കാര്യം ഇതിനകത്ത്? ഓരോരുടെ കാര്യം നോക്കിക്കൊള്ളൂ എന്നല്ലാതെ ഓരോ വോട്ട് പോലും ചെയ്യാത്തവരെ പിടിച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയി കടത്തിയിട്ടുള്ള കാര്യമുണ്ട്. അപ്പം ഈ രീതിയിലേക്ക് നമ്മുടെ രാജ്യം മാറി. അതാ ഞാൻ പറഞ്ഞേ, പ്രഥമ പ്രധാനമന്ത്രിയായ നെഹ്റു 3 കത്തുകൾ രാജേന്ദ്ര പ്രസാദിന് അയച്ചു. ബഹുസ്വരതയുള്ള മതനിരപേക്ഷതയുള്ള രാജ്യത്തിൻ്റെ ഭരണസാരഥ്യം കൈയാളുന്ന ആൾക്കാർ മതപരമായ ചടങ്ങുകളിൽ ഔദ്യോഗിക നാമം ചാർത്താൻ പാടില്ല എന്ന് സോമനാഥ് ക്ഷേത്രത്തിന്റെ ആ സംഭവം വന്നപ്പോൾ നെഹ്റു എഴുതി കൊടുത്തു. അതിൽ നിന്ന് ഇന്ത്യ മാറിപ്പോയി. ആ മാറിപ്പോയതിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ് നമ്മളൊക്കെ വ്യാപൃതരായിരിക്കുന്നത്. ഇത് വന്നുപോയ ഒരു വിപത്താണിത്. ഇപ്പൊ കഴിഞ്ഞ ഏതാനും ആഴ്ച മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, എടോ അബിദേ, നീ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, മയിൽപീലിയുമായിട്ട് ആഴക്കടലിലേക്ക് പോവുക. എന്തിനാ? ഗുജറാത്തില് കടലിൽ പോയിട്ട് ആഴക്കടലിൽ പോകുന്നതിന് കൃഷ്ണന്റെ ദ്വാരക മുങ്ങിക്കിടപ്പുണ്ട് അവിടെ, ആ ദ്വാരക കാണാൻ വേണ്ടി പുള്ളി പോവുക. ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളൊക്കെ ചരിത്രമായിട്ട് മാറ്റപ്പെടുന്ന ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കണമെന്ന് മനസ്സിലാക്കുക. അതിന് എളുപ്പ വഴിയൊന്നുമില്ല, ഒറ്റ വഴിയേ ഉള്ളൂ. ഈ ഫാഷിസ്റ്റ് സംവിധാനത്തെ പരാജയപ്പെടുത്തുക. എന്നോട് ചില ആൾക്കാർ ചോദിക്കും, ഈ തെരഞ്ഞെടുപ്പിൽ ആരാണ് പ്രധാനമന്ത്രിയാകാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, ഒരാൾ പ്രധാനമന്ത്രി ആകുന്ന തെരഞ്ഞെടുപ്പില്ല, ഒരാൾ പ്രധാനമന്ത്രി ആകാതിരിക്കാനുള്ള തെരഞ്ഞെടുപ്പായത്. ഒരാൾ പ്രധാനമന്ത്രി ആകാതിരിക്കാനുള്ളതാണ് ഈ 2024 തെരഞ്ഞെടുപ്പ്. അത് മാത്രം മതി. എന്താണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീക്ഷ്ണമായിട്ടുള്ള കടമ്പ എന്നുള്ളത്? ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ ഒന്ന് പറയണേ, ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ചെറുപ്പക്കാരായ ആളുകൾ ചോദ്യം ചോദിക്കുന്നില്ല എന്നതിൽ എന്നെ നിരാശപ്പെടുത്തുന്നുണ്ട്. ഞാൻ വീണ്ടും ഈ വയസ്സിനെ കുറിച്ച് പറയാമെന്ന് പറയും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ എല്ലാ യോഗങ്ങളിലും സമ്മേളനങ്ങളിലും ഒക്കെ എനിക്കിപ്പോൾ 50 വയസ്സാവാനായി, ആ തലമുറയിൽപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത്. ഇവന്മാരെന്താണ് ആലോചിക്കുന്നത് എനിക്കറിയില്ല. ഈ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് അവരെന്താണ് ചിന്തിക്കുന്നത്, അതെ, അവരൊക്കെ എന്താണ്, അവരെന്ത് പറയുന്നു എന്ന് കേൾക്കുന്നത് നമ്മൾ തീർച്ചയായും ഈ സമയത്ത് പാലിക്കേണ്ട ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ഈ വിളിക്കുന്ന സാധനങ്ങളൊന്നും അവരില്ല. അവർ ഇൻസ്റ്റയിലാണുള്ളത്, അവർ വേറൊരു ലോകത്താണുള്ളത്. അതുകൊണ്ട് അവരിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ വിചാരിക്കണം. എന്തും ചോദിക്കാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഭരണഘടന പഠിച്ചു വന്നിട്ട് ചോദിക്കണമെന്നൊന്നുമില്ല. ഒന്ന് സാർ ചോദിക്കാം. സാർ നാസർ, ഇന്ത്യൻ ഭരണഘടന, ഞാൻ നാസർ കുമ്പാര സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലാണ്. പിന്നെ ഇന്ത്യൻ ഭരണഘടന എന്തുകൊണ്ടും മികച്ച ഒരു ഭരണഘടന. ലോകത്ത് ഇപ്പോൾ ഇവിടെയുള്ള ഭരിക്കുന്ന ഭരണാധികാരികളാവട്ടെ എന്ത് ചെയ്താലും ലോകത്തെ ഏറ്റവും മികച്ച ഭരണഘടന ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാവരും, ബഹുഭൂരിപക്ഷ ആളുകൾ ഇന്ത്യൻ ഭരണഘടന ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ ജനാധിപത്യം എന്ന് പറയുന്നത് കുറേ വോട്ട് കിട്ടി കുറച്ച് കൂടുതൽ വോട്ടും ലഭിക്കാതെ കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരു സിസ്റ്റത്തിലാണല്ലോ, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുന്നില്ലല്ലോ. ജനാധിപത്യത്തിൻ്റെ ഒരു പോരായ്മയാണല്ലോ അത്. അപ്പോൾ കുറേ വോട്ടുകൾ കുറച്ച് 100 ആൾ വോട്ട് ചെയ്തിട്ട് 101 ആൾ വോട്ട് ചെയ്ത ഒരു വോട്ടും ജയിക്കുന്നതാണ് ജനാധിപത്യം. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് അതിനെ കണക്കാക്കി ഈ സംവിധാനത്തിലെ എന്തെങ്കിലും ജനാധിപത്യത്തിലെ വേൾഡ് വൈഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഉള്ള ജനാധിപത്യത്തിൻ്റെ രീതിയുണ്ട്. അതിലൂടെ ഇന്ത്യൻ ഭരണഘടന നടത്താനുള്ള എന്തെങ്കിലും വഴികൾ ഉണ്ടോ എന്നതാണ്. നല്ല ചോദ്യമാണ്. ഒരുപക്ഷെ നസർഭായി ചോദിച്ചൊരു ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഞാനും അത് സംബന്ധിച്ച് ചിന്തിച്ചിട്ടുള്ള ഒരാളാണ്. യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ്
നമ്മുടെ രാജ്യത്തൊരു പ്രപ്പോസൽ വന്നിരുന്നു. അത് നാസർഭായ് ശ്രദ്ധിക്കണം. അതായത് പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ ലിസ്റ്റ് സമ്പ്രദായം എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിയ വോട്ടുകൾക്ക് അനുസൃതമായൊരു പ്രാതിനിധ്യം കൂടി അവർക്ക് കൊടുക്കണം. എല്ലാം വേണമെന്നില്ല, വേണേൽ പകുതി അങ്ങനെ ആക്കാം. ആ ഒരു എലമെൻറ്റും കൂടി നമ്മുടെ ഇലക്ഷൻ സിനോറിയിലേക്ക് കൊണ്ടുവന്നാലാണ് കുറേയും കൂടി അത് അർത്ഥവത്താകുന്നതെന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. ഇതിനോട് ഞാൻ യോജിക്കുന്നു. ഇത് വളരെ ഗഹനമായൊരു വിഷയമാണ്. അത് ചില രാജ്യങ്ങളിൽ നടപ്പിലാക്കിയിട്ടുണ്ടത്. ലിസ്റ്റ് സമ്പ്രദായം ഉണ്ട്. അതായത് പ്രൊപ്പോഷണൽ, ആനുപാതിക പ്രാതിനിധ്യം എന്ന് പറയും. അത് ഈ ഭരണഘടനയും പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ പഠിച്ച നന്ദനയ്ക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ ആൻഡ് ലിസ്റ്റ് സമ്പ്രദായം. സർ നേരത്തെ പറഞ്ഞ പോലെ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് 18 സീറ്റിൽ വിജയിച്ചത് ഇടതുപക്ഷമാണ്. ഇവർ ഉൾപ്പെടെയുള്ള 61 ഇടതുപക്ഷ MP-മാരുടെ പിന്തുണയോടെ മൻമോഹൻ സിംഗ് സർക്കാർ രൂപീകരിച്ച സർക്കാർ ഒരുപാട് നിയമനിർമ്മാണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2008 ഇടതുപക്ഷം മൻമോഹൻ സിംഗ് സർക്കാരിന് പിന്തുണ പിൻവലിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്താണ്? അന്ന് ആ സർക്കാർ വീണിരുന്നുവെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ കുഴിച്ചു മൂടാൻ ചരട് വലിക്കുന്ന BJP അധികാരത്തിൽ വരുമായിരുന്നില്ലേ? അതിനകത്തൊരു പെശകുണ്ട്. എന്താ കാരണം വെച്ചാൽ ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചതുകൊണ്ട് UPA തോൽക്കുന്നില്ല. രണ്ടാമത് വീണ്ടും UPA അധികാരത്തിൽ വന്നു. അതായത് 2009 തെരഞ്ഞെടുപ്പിൽ വീണ്ടും UPA വന്നു. ആ രണ്ടാം UPAയിൽ ഇടതുപക്ഷം പങ്കെടുത്തിട്ടില്ല. രണ്ടാമത് UPA വന്ന് അവർ 5 വർഷം ഭരിച്ചപ്പോൾ ഇടതുപക്ഷത്തെ പോലുള്ള ഒരു തിരുത്തൽ ശക്തിയുടെ പിന്തുണ ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് അഴിമതികളിലും മറ്റും വ്യാപൃതരായി അവർ തന്നെയാണ് പോയത്. അല്ലാതെ ഇടതുപക്ഷം പിൻവലിച്ചുകൊണ്ടല്ല പോയത്. ഈ ഇടതുപക്ഷം പിൻവലിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഫോറിൻ പോളിസി അമേരിക്കയ്ക്ക് കീഴ്പ്പെടുത്തുന്നു എന്നുള്ളൊരു ആക്ഷേപം ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ ന്യൂക്ലിയർ ഡീലിൽ ഒപ്പുവെച്ചു. യഥാർത്ഥത്തിൽ അന്ന് എന്തായിരുന്നു? ഇന്ന് അന്നത്തെ പത്രങ്ങളൊക്കെ എടുത്ത് നോക്കുക. ഇടതുപക്ഷം എന്താ പറഞ്ഞേ? നമുക്ക് സ്വതന്ത്രമായ ഒരു വിദേശ നയമാണ്, നമുക്ക് അമേരിക്കയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെയോ ഇംഗിതത്തിനനുസരിച്ചുള്ള വിദേശ നയം വേണ്ട. അന്ന് പറഞ്ഞെന്താ വെച്ചാൽ ഈ ഒരു ആണവ കരാറിൽ ഒപ്പിട്ടാൽ ആബിദെ എന്താ പറഞ്ഞെന്നറിയാ? ഒപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓയിലിനെയും ഫോസിൽ അതായത് കൽക്കരിയൊക്കെ ആശ്രയിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്ന ഒഴിവാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഈ എന്താ പറയണ്ടേ തോറിയും യുറേനിയും ഒക്കെ ഇറക്കുമതി ചെയ്തിട്ട് ചീപ്പായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഈ രാജ്യത്തെ അങ്ങ് വികസനത്തിന് കൊണ്ടുവരാന്ന് ഈ മുസ്തഫയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പത്രത്തിൽ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പത്രക്കട്ടികളൊക്കെ എടുത്തു നോക്ക്. അതെ, എന്ത് ഒലക്കയാണ് ഉണ്ടാക്കിയത്? ഇന്ന് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയിൽ എത്ര ശതമാനമാണ് ഈ ന്യൂക്ലിയർ പവർ? കളവായിരുന്നില്ലേ? അപ്പോൾ ആ ഒരു കളവിന് വേണ്ടി, വ്യാജമായ ഒരു സാഹചര്യത്തിന് വേണ്ടി എന്തിനാണ് ഇടതുപക്ഷം പോലുള്ള ഒരു ശക്തിയുടെ പിന്തുണ വേണ്ടെന്ന് അന്നത്തെ കോൺഗ്രസ് വെച്ചത്? അത് അടുത്ത പ്രാവശ്യം ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ഇവിടെ വരുമ്പോൾ കാജൽ ഈ ചോദ്യം അവരുടെ മുഖത്തോക്കി ചോദിക്കണം കേട്ടാ. ഓക്കെ, ശരി. ഇപ്പൊ എന്നോട് ചിരിച്ചോണ്ട് ചോദിച്ചോ, ചിരിച്ചൊന്നും ചോദിക്കണ്ട, വളരെ ഗൗരവം ചോദിച്ചാൽ മതി. ഓക്കെ സാറ് വളരെ പ്രസക്തമായ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഒരു വളരെ ഗൗരവകരമായിട്ടുള്ളൊരു സാഹചര്യമാണല്ലോ. മൂന്നാമത്തെ ഈ പ്രാവശ്യവും BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഗൗരവകരമായിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ടുള്ള പരിഹാരം എന്തെങ്കിലും നിർദ്ദേശിച്ചില്ല. അതിനെക്കുറിച്ച് ഒരു പരിഹാരവും സാറ് കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് എൻ്റെ പരാതി. പ്രശ്നമുണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയാം. അത് സിദ്ദീഖ് പ്രശ്നം ഉണ്ടാക്കാനായിട്ടാണ് BJP ഭരിക്കുന്നതെന്നും എല്ലാവർക്കും ബോധ്യമുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു വിഷയമായിട്ട് വരുമ്പോൾ എന്ത് പരിഹാരം? ഇടതുപക്ഷമായിരുന്നാലും വലതുപക്ഷമായിരുന്നു എന്ത് പരിഹാരം? പിന്നെ ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയായിട്ട് ക്ഷണിച്ചപ്പോൾ രാജീവ് ഗാന്ധി ക്ഷണിച്ചപ്പോൾ എന്തുകൊണ്ട് നിരസിച്ചു എന്നുള്ളതും ഇതിൻ്റെ ഉത്തരവായിട്ട് എന്തോ ബന്ധമുണ്ടോ എന്നുള്ളതും പറഞ്ഞാൽ തെറ്റില്ല. സിദ്ദീഖ് ഭായ്, നമ്മുടെ കാർന്നോമാര് പറഞ്ഞൊരു കാര്യമുണ്ട്. രാമായണം മുഴുവൻ വായിച്ചിട്ട് രാമൻ സീതയുടെ ആരാന്നുള്ള ചോദ്യം ചോദിക്കുന്നു അല്ലേ? സിദ്ദിഖ്, ഞാനതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. പരിഹാരം ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ വിരല്
ഒരു സെക്കൻഡ് ഇതാണ് നമ്മൾ ഇതിന് കുറുക്കു വഴിയില്ലാന്ന് അതല്ലേ പറ. നിങ്ങളുടെ വിരല് എന്താണ്? അല്ല, അത് ഞാനിക്ക് ഒന്നാമത്തെ കാര്യം വെച്ചാല് ഇന്നത്തെ ഇന്ത്യയുടെ സമസ്യക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ജോൺ ബ്രിട്ടാസിന് പറ്റുമെന്ന് സിദ്ദിഖ് ചിന്തിക്കുന്നതിന് ഒരു അപകടമല്ലേ? ഏത് മുഴുവൻ കേക്ക്. ജോൺ ബ്രിട്ടാസും സിദ്ദിഖും ഒക്കെ അവിടെ ഒരുമിച്ച് തന്നെയാണ്. എന്റെ ഉത്തരവാദിത്വം സിദ്ദിഖിനുമുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് കേവലം രാഷ്ട്രീയ പാർട്ടികളുടെയോ പൊതുപ്രവർത്തകരുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല. ആണോ നാസിർ ഭായി? അല്ല. സിദ്ദിഖ് ചിന്തിക്കുന്നത് എന്താ അറിയാ? ഞാൻ ഇങ്ങനെ ചാരികസേരയിൽ ഇരിക്കും. ജോൺ ബ്രിട്ടാസ് തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കയറി കോഴിക്കോട് വരും. കോഴിക്കോട് നിന്ന് ഈ സാദിഖിന്റെ കൂടെ ഇവിടെ എത്തിയ ശേഷം ഞാൻ എന്നെ മടിക്കുത്തിൽ നിന്ന് ഒരു പരിഹാരം എടുത്ത് സിദ്ദിഖിന് കൊടുക്കും. നടക്കില്ല സിദ്ദിഖ്. കേക്ക് നടക്കില്ല. ഇതിനൊറ്റ പരിഹാരമുള്ളൂ. ആ പരിഹാരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ BJP ശക്തികളെ പരാജയപ്പെടുത്താൻ പൗരന്മാര് ഉണർന്ന് പ്രവർത്തിക്കണം. ഞാനിപ്പോൾ ഉറക്കമൊഴിച്ച് ഇവിടെ വന്ന് നിങ്ങളെ കാണുന്ന പോലെ നിങ്ങൾ ഉറക്കമൊഴിച്ച് പോയി ജനങ്ങളെ കാണണം. നിങ്ങളുടെ പരിസരത്തുള്ള ആൾക്കാരെ ബോധവൽക്കരിക്കേണ്ട ഉത്തരവാദിത്വം സിദ്ദിഖിനുണ്ട്. എളുപ്പ വഴിയില്ല, ഒറ്റമൂലിയില്ല. അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. അത് റഹീം സാഹിബോ ഞാനോ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭരണക്രമം അങ്ങ് മാറ്റിക്കളയാന്നുള്ളത് ശരിയല്ല. 2 പൗരന്മാർ, അതാണ് ഞാൻ നെഹ്റുവിന്റെ വാക്കുകൾ ഉദ്ധരിച്ചത്. നിങ്ങളുടെ പൗരബോധം ഉണരേണ്ട ഒരു ഘട്ടമാണിത്. നിങ്ങളുടെ വോട്ട് മാത്രമല്ല, നിങ്ങളുടെ പരിസരത്തുള്ള വോട്ടുകൾ കൂടി സ്വാഭാവികമായിട്ട് ഈ ഫാഷിസ്റ്റ് സമ്പ്രദായത്തെ പരാജയപ്പെടുത്താൻ വിനിയോഗിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അത് എന്നിൽ മാത്രം പരിമിതപ്പെട്ട അല്ലെങ്കിൽ റഹീം സാഹിബിൽ മാത്രം നിക്ഷിപ്തമായ ഒരു ദൗത്യമല്ല. ഏതൊരു പൗരനും ഉണർന്ന് പ്രവർത്തിക്കണം. അതിൽ പറയാനൊരു കാരണം കൂടെയുണ്ട്. കേരളത്തിന് പുറത്ത് പോകണം. ഞാൻ കേരളത്തിന് പുറത്ത് പോകുന്ന ആള്. പുറത്ത് ചെയ്യണം. നിങ്ങൾക്ക് അല്ല, നിങ്ങളിപ്പോൾ നാളെ UP-യിലേക്ക് പോകണമെന്ന് ഞാൻ പറയില്ല. അത് കാരണം വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നാസിർ ഭായി നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നൊരു പരിശോധന നടത്തണം. EVM ഒരു സെക്കൻഡ് പറയട്ടെ. ഈ നമ്മുടെ സമയപരിമിതി മൂലം നമുക്കത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഉത്തരേന്ത്യയിൽ എന്താണെന്ന് ചോദിച്ചു, നാസിർ സാറൊക്കെ ചോദിച്ചു. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കേരളത്തിലൊക്കെ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത് NDA സർക്കാർ പോകുമെന്നും വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുന്നതോടുകൂടി നമ്മുടെ വലിയ മാറ്റം ഉണ്ടാവും, അദ്ദേഹം അവിടെ ജയിച്ചു പോകുന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ ഉത്തരേന്ത്യയിൽ എനിക്ക് പോകേണ്ടി വന്നു എൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവിടുന്ന് ഒരു ഓട്ടോ ഡ്രൈവറെ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തൊക്കെയുണ്ട്, തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയുണ്ട് ജീവിതം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ബഹുത്ത് മുഷ്കിൽ ഭായ്, വളരെ ബുദ്ധിമുട്ടാണ്. നോട്ട് ബന്ദി വന്നതിന് ശേഷം കാര്യങ്ങൾ ആകെ കുഴഞ്ഞു, വലിയ ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ് എന്ന് പറഞ്ഞു. കുട്ടികളുടെ വിദ്യാഭ്യാസം ഒക്കെ പ്രശ്നമാണ്, എല്ലാം പ്രശ്നമാണ്. പക്ഷെ ഇറങ്ങിയിട്ട് നമ്മൾ നോക്കുമ്പോൾ അയാളുടെ ഓട്ടോറിക്ഷയുടെ മുകളിൽ വലിയ പോസ്റ്റർ അടിച്ചു വെച്ചിരിക്കുന്നു, വലിയ മുഴുനീള പോസ്റ്റർ. അത് നരേന്ദ്രമോദിയുടേതായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ നോട്ട് ബന്ദി ഒക്കെ എതിർത്ത നിങ്ങൾ പിന്നെ എങ്ങനെയാണ് ഈ ഇത് വെച്ചിരിക്കുന്നത്? എന്തൊരു കഷ്ടമാണ്, നിങ്ങളുടെ ഈ നോട്ട് നിരോധനം നടത്തിയ ആളുടെ പടമല്ലേ നിങ്ങൾ വെച്ചിട്ടുള്ളത്? അത് പറയരുത്, അദ്ദേഹം മഹാൻ, അദ്ദേഹം ബാലാക്കോട്ട് പോയിട്ട് പാകിസ്ഥാൻ കുത്തകളെ അടിച്ചില്ലേ എന്നാണ് സംഭവം. മനസ്സിലാവട്ടെ, ഇതാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ അട്ടിമറി എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാകാതെ പോവുകയാണ്. ഇയാളുടെ ജീവിതം മുഴുവൻ തകർത്ത നോട്ട് നിരോധനം നടത്തിയിട്ടുള്ള ആളെ അദ്ദേഹം മഹാനായി കാണുന്നത് ബാലാക്കോട്ടിൽ ചെന്ന് പാകിസ്ഥാനെ അടിച്ച ഒരാളെന്ന നിലയിലാണ് കാണുന്നത്. ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക. നിങ്ങൾ പറയുന്ന EVM-നേക്കാൾ വലിയ അട്ടിമറി അതാണെന്നാണ് ഞാൻ പറയുന്നത്. EVM ഉണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. ലോകത്തുടനീളം EVM-കളെ കുറിച്ച് ചർച്ച നടത്തുന്നുണ്ട്. ജർമ്മനി EVM ബാൻ ചെയ്തിട്ടുണ്ട്. നിരവധി രാജ്യങ്ങൾ EVM-നെ കുറിച്ച് വലിയ ചർച്ച ലോകത്തുടനീളം നടക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ അട്ടിമറി എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ വരുന്ന സ്ഥാനാർത്ഥി, നിങ്ങളുടെ മുന്നിൽ വരുന്ന വോട്ട് ചോദിക്കുന്നയാൾ,
നിങ്ങളുടെ വിഷയങ്ങളെ മാറ്റിക്കൊണ്ടുപോവുകയും അതിലേക്ക് വളരെ വൈകാരികമായ വിഷയങ്ങളെ എടുത്തിടുകയും നിങ്ങളുടെ ജീവിതവുമായി ഒരു ബന്ധവുമില്ലാത്ത സുൽത്താൻ ബത്തേരിയെ എങ്ങനെ ഗണപതി വട്ടമാക്കാം എന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നോക്കൂ, അലഹാബാദിന്റെ പേര് എന്താണ് ഗുരുഗ്രാം ആക്കുന്നത് കൊണ്ട് എന്തെങ്കിലും മാറ്റം, പ്രയാഗ്രാജ് ആക്കുന്നത് കൊണ്ട് എന്തെങ്കിലും മാറ്റം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? ഇല്ലെന്നേ, ഒരു മാറ്റം ഉണ്ടാക്കുന്നില്ല. അപ്പൊ നമ്മളൊക്കെ ഇൻഡൽജ് ചെയ്യുന്ന, നമ്മളൊക്കെ ഇടപഴകുന്ന വിഷയം ഏതാണെന്ന് സ്വയമേവ ആലോചിക്കുക തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് തോന്നുന്നു. ഒരു മുഖ്യമന്ത്രി പറയുന്നു ഇവിടെ CAA നടപ്പാക്കില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്. അപ്പോഴേക്കും നമ്മൾ ചോദിക്കുകയാണ് അതെങ്ങനെ നടപ്പിലാക്കാണ്ടിരിക്കുക എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു രാഷ്ട്രീയ ദൗത്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ വാർത്തകളൊക്കെ നമ്മളെ എങ്ങനെയാണ് ബാധിക്കുക? അവസാനിപ്പിക്കുകയാണ്. വാർത്തകളൊക്കെ നമ്മളെ ബാധിക്കും. ഇപ്പോ കടമെടുത്ത് മുടിഞ്ഞ് ഒരു വീട്ടിലെ മുഴുവൻ പേരും ആത്മഹത്യ ചെയ്തതിന്റെ വാർത്ത കടമെടുത്ത് ജപ്തി ഭീഷണി നേരിടുന്ന ഒരു വീട്ടിലെ കുഞ്ഞു വായിക്കുന്നതും കടമേയില്ലാത്തയാൾ വായിക്കുന്നതും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. കടത്തിൽ മുങ്ങിയയാൾ വായിക്കുന്നത് അയാൾ ആ പത്രം എടുത്ത് മാറ്റി വെച്ചേക്കും, എൻ്റെ കുട്ടികൾ അത് വായിക്കരുതെന്ന് കരുതിയേക്കും. CAA എന്ന വിഷയം മുസ്തഫ എന്ന എന്നെ ബാധിക്കുന്നത് പോലെ ഉറപ്പായിട്ടും മറ്റൊരാളെയും ബാധിക്കുന്നില്ല എന്നത് ഒരു സത്യമാണ്, ഒരു വസ്തുതയാണ്. അത് ഞാൻ പറയുന്ന ഒട്ടും വർഗീയമായിട്ടല്ല. CAA നിയമം വരുമ്പോൾ ആ നിയമത്തിനകത്ത് എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ട വിഭാഗത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ. എനിക്ക് ഒരു മുഖ്യമന്ത്രി പറയുന്നു CAA നടപ്പാക്കില്ല എന്ന് പറയുമ്പോൾ അത് എനിക്ക് തരുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസത്തെ ചോദ്യം ചെയ്യലാണ് ഇതെങ്ങനെ അത് സാധിക്കും എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിയായ രാഷ്ട്രീയം തന്നെയാണോ പറയുന്നത് അതോ മറ്റാരുടെയോ രാഷ്ട്രീയമാണോ പറയുന്നത് എന്ന് മനസ്സിലാക്കി പോവുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. ഭരണഘടനയെ നിങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഭരണഘടന ഉണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങൾ വീട്ടിൽ ജനാധിപത്യവാദിയാണോ എന്നതാണ് ചോദ്യം. നിങ്ങൾ സമൂഹത്തിൽ മതേതരവാദിയാണോ എന്നതാണ് ചോദ്യം. നിങ്ങൾ മറ്റൊരാളുടെ ചോദ്യത്തെ അനുവദിക്കുന്ന ജനാധിപത്യവാദിയാണോ എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ശരിയുത്തരം എഴുതിയിട്ട് മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ഭരണഘടന സംരക്ഷിച്ചു പോകാനാകൂ എന്നതാണ് എൻ്റെ ഉത്തരം. അതുകൊണ്ട് ഇത്ര നേരവും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ കൂടിയിരിക്കുന്ന മനുഷ്യരാണ്, ഇത്രയും മനുഷ്യരാണ്. ഈ മനുഷ്യരുടെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന ചിന്തകൾ ഒരാശയ പ്രപഞ്ചത്തിൽ നിന്നാണ് ഒരു ഭൗതിക പ്രപഞ്ചം ഉണ്ടാകുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയും നിരവധിയായ ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലൊക്കെ ഉണ്ട് എന്ന ഉറപ്പ് നമുക്ക് അറിയാം. എത്ര നേരം ചർച്ച ചെയ്താലും ഇത് മുന്നോട്ട് പോവില്ല എന്നത് സമയത്തിന്റെ ഒരു പരിമിതി കൊണ്ട് മാത്രം നിർത്തുകയാണ്. ഒരു ചോദ്യം ഡാസാറാണ് ഇനി പറയേണ്ടത്. ഞാൻ എൻ്റെ മോഡറേഷൻ എന്ന നിലയിൽ സമയം അവസാനിപ്പിച്ചു വരെ നിങ്ങളെ അറിയിക്കുകയാണ്. സന്തോഷം. സമയപരിമിതി കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അവസാനത്തെ ചോദ്യം. സർ, സമയം ഒരുപാടായി എന്നറിയാം. പക്ഷേ ഈ ഒരു വേദിയിൽ സാറിനെ നേരിട്ട് കണ്ട സമയത്ത് എനിക്ക് പറയാനുള്ളത്, പാർലമെന്റിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എതിരെയുള്ള വെല്ലുവിളികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നതിന് ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് സർ. ഒരുപാട് അഭിമാനം തോന്നാറുണ്ട് സർ അവിടെ സംസാരിക്കുമ്പോൾ. TV-യുടെ മുമ്പിൽ ഇരുന്ന് കാണുമ്പോൾ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ നേരിട്ട് കണ്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് കരുതിയിട്ടില്ല. ഒരുപാട് നന്ദി ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിന്. എനിക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഇനിയിപ്പം അതിനെക്കുറിച്ച് ചോദിക്കാനും സംസാരിക്കാനും സമയമില്ല എന്ന് കരുതിയിട്ട് ചോദ്യം ചോദിക്കുന്നില്ല. ഒരു പക്ഷേ ഇതേ സാറ് ഒക്കെ അവതരിപ്പിച്ചതുപോലുള്ള മറുപടി തന്നെയായിരിക്കും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക. ഇനിയും പാർലമെന്റിൽ ശക്തമായിട്ട് ഞങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ഒരു MP ആയിട്ട് വീണ്ടും വീണ്ടും പാർലമെന്റിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സർ. അപ്പം ശരി, അപ്പം എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു.